ज्वलन्तं सर्वतोमुखं नृसिंहं भीषणं भद्रं मृत्युं नमाम्यहं बर्हापीडं नटवरवपुः कर्णयो कर्णिकारं बिभ्रतुवासकनककपिशं वैजयन्तीं च मालां रन्ध्रान् वेणोरधरसुधया पूरयन् गोपवृन्दैः वृन्दारण्यं स्वपदरमणं प्राविशद्गीतकीर्ति यो अन्तःप्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यं गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द. ശ്രീമദ്ഭാഗവതം അതിലെ ദശമസ്കന്ധം ആരംഭിക്കുകയാണ്. നവമസ്കന്ധത്തിൽ രണ്ട് വംശങ്ങളുടെ കഥയാണ് സൂചിപ്പിച്ചത്. സൂര്യവംശം, സോമവംശം. സൂര്യൻ ബുദ്ധിയുടെ ദേവനാണ്. സോമനാവട്ടെ ചന്ദ്രൻ, അത് മനസ്സിൻ്റെ ദേവനാണ്. മനസ്സും ബുദ്ധിയും ശുദ്ധമായാൽ അയാളുടെ ഹൃദയത്തിൽ ഭഗവാൻ അവതരിക്കും എന്നാണ് ഇപ്പം വ്യംഗ്യമായി സൂചിപ്പിക്കുന്നത്. അപ്പോൾ മനസ്സും ഹൃദയവും ശുദ്ധമായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മനസ്സും ബുദ്ധിയും ശുദ്ധമായിട്ടില്ലെങ്കിൽ എത്ര നോക്കിയാലും ഭഗവാൻ അവതരിക്കില്ല. അതും മനസ്സിലാക്കണം. കാരാഗ്രഹത്തിൽ ഭഗവാൻ അവതരിച്ചു. അത് വസുദേവർക്കും ദേവകിക്കും കാണാൻ പറ്റി, തൊട്ട് മുമ്പിൽ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റിയില്ല. അവരൊക്കെ മത്സരിച്ച് കൂർക്കം വലിക്കുകയായിരുന്നു എന്നാണ് ഭാഗവതം പറയുന്നത്. കംസൻ്റെ ഭടന്മാർക്ക് കാണാൻ പറ്റിയില്ല, തൊട്ടടുത്ത. പക്ഷെ അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അനുഭവിക്കാൻ നമുക്ക് അതിന് പക്വത വേണം. ഭഗവാന് കാരുണ്യമില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ആ കാരുണ്യം സ്വീകരിക്കാനുള്ള അർഹത നമുക്കുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പലരും പരാതി പറയാറുണ്ട്, ഭഗവാൻ എന്നെ വലിയ ഇഷ്ടമില്ല തോന്നുന്നുണ്ട്, എന്നും എനിക്ക് കഷ്ടപ്പാടാണ്. അല്ല, അങ്ങനെ പറയരുത്, ശരിയല്ല. പെരും മഴ പെയ്താലും വെള്ളം നിറയില്ല കുടം കമഴ്ത്തി വെച്ചാൽ. അത് മലത്തി തന്നെ വെക്കണം, എന്നാലേ പേമാരി പെയ്താൽ അത് നിൽക്കുള്ളൂ. നമ്മൾ ഭഗവാന് കാരുണ്യമില്ല പറഞ്ഞതിൽ അർത്ഥമില്ല. അത് സ്വീകരിക്കാനുള്ള അർഹത തനിക്കുണ്ടോയെന്ന് സ്വയം വിലയിരുത്തണം, അതിന് ശ്രമിക്കണം. അതാണിപ്പോൾ ഈ ദശമസ്കന്ധം സൂചിപ്പിക്കുന്നത്, ഭഗവാന്റെ കാരുണ്യം. ഭഗവാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ എൻഗേജ്ഡാണ്. നമ്മളതൊന്ന് നിർത്തണ്ടേ. ഭഗവാൻ വിളിക്കായല്ല, നമ്മൾ പലരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ആവശ്യമില്ലാതെ, ഒരു ഗുണവുമില്ലാതെ, ഉപദ്രവം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവർ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ കിട്ടും? അത് കഴിയുമ്പോഴേക്കും ഫോൺ ഓഫാവും ചെയ്യും. കഴിയും. ആകെ റേഞ്ചുള്ള ദിക്കിൽ എന്നാൽ കൊണ്ടുവയ്ക്കുക. അതാണ് സപ്താഹം കേൾക്കാൻ വന്നിരിക്കുക പറഞ്ഞാൽ. അത്യാവശ്യം കുറച്ച് റേഞ്ചുള്ള ദിക്കിൽ മൊബൈൽ വെച്ചാൽ, ഈ മനസ്സ് വെച്ചാൽ ഭഗവാന്റെ വിളി കേൾക്കാൻ പറ്റും. അതുകൊണ്ടാണ് വേണുഗാനം എല്ലാവരും കേട്ടു പറയണില്ല. ഭാഗവത്തിൽ ചിലർ മാത്രം കേട്ടിട്ടുള്ളൂ. ഏത് വേണുഗാനം? ആദ്യം ഭഗവാൻ വിളിച്ചത് എല്ലാവരും കേട്ടിട്ടുണ്ട്. പിന്നെ വിളിച്ചത് രാസക്രീഡയ്ക്ക് പങ്കെടുക്കുന്ന ഗോപികമാർ മാത്രമേ കേട്ടുള്ളൂ. ഗോപന്മാരൊന്നും കേട്ടില്ല. എല്ലാ ഗോപികമാരും കേട്ടു, അതും പറയാൻ വയ്യ. സപ്താഹം കേൾക്കുന്നവരെല്ലാവരും ഇത് അനുഭവിക്കണമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയം തന്നെയാണ്. എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെയാണ് സന്തോഷം. ഇവിടെ കേട്ടുകൊണ്ടിരിക്കുമ്പം എന്തൊക്കെ ചിന്തകൾ നമുക്കുണ്ടാവും, അത് പറയാൻ സാധിക്കില്ല. അതൊക്കെ അവനവൻ്റെ ആ ഒരു സംസ്കാരത്തിനനുസരിച്ചാണെന്ന് അർത്ഥം. എന്നാലും ഇവിടെ നിരോധം എന്ന ലക്ഷണത്തോടു കൂടിയ ദശമസ്കന്ധം ആരംഭിക്കുകയാണ്. മനസ്സും ബുദ്ധിയും ഒന്ന് ശുദ്ധമായാൽ, ഒന്ന് ഏകാഗ്രമായാൽ, അപ്പോഴാണ് ഈശ്വരനെ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഒരു സംശയവുമില്ല കാര്യത്തിൽ. മനസ്സിനെയും ഈ ബുദ്ധിയെയും ശുദ്ധമാക്കാനാണ് ഈ കർമ്മങ്ങൾ മുഴുവൻ. ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തുപലബ്ധയേ. ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് കർമ്മങ്ങളൊക്കെ വിധിച്ചത്. വഴിപാട് കഴിക്കാൻ പറയണതും, നെയ്വിളക്ക് വയ്ക്കാൻ പറയണതും, പുഷ്പാഞ്ജലി കഴിക്കാൻ പറയണതും, പറ നിറയ്ക്കാൻ പറയുന്നതിൻ്റെയൊക്കെ ഫലശ്രുതി എന്താ ചോദിച്ചാൽ ചിത്തശുദ്ധി. മനസ്സൊന്ന് നേരെയാവണം, എന്നാലേ ഈ പറയുന്നത് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ, ഈശ്വരനെ അറിയാൻ സാധിക്കുള്ളൂ. ഇനി മനസ്സൊന്ന് ശുദ്ധമായി കഴിഞ്ഞാലോ, ഏകാഗ്രമായാൽ പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. മാല കോർക്കുമ്പോൾ ഈ സൂചിയിലേക്ക് നൂല് കോർക്കുന്ന സമയത്ത് പിശ്രായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കോർക്കാൻ പറ്റില്ല. അപ്പം വിവരമുള്ളവർ എന്ത് ചോദിച്ചാൽ ലേശം വെള്ളം എടുത്തിട്ട്, വിവരമില്ലാത്തവർ ഇങ്ങനെയാക്കും. അതുകൊണ്ട് വിവരമുള്ളവരെന്ത് ചെയ്യും, ലേശം വെള്ളം കൂട്ടി അങ്ങോട്ട് തുടച്ചാൽ എല്ലാ വിശ്രം കൂടി ഒരുമിച്ചായി ഏകാഗ്രമായി. അപ്പോൾ എളുപ്പത്തിൽ ചെറിയ ദ്വാരത്തിലൂടെ നൂല് കയറ്റാൻ പറ്റും. നമ്മളും നല്ല ശ്രദ്ധയോടുകൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ അധികമൊന്നും കേൾക്കേണ്ട കാര്യമില്ല. 5 മിനിറ്റ് കേൾക്കുമ്പോഴേക്കും കാര്യം മനസ്സിലാവും. ശ്രദ്ധ ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു 100 സപ്താഹം കേട്ടിട്ടും, പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നില്ല, എന്നാലും 100 കേൾക്കുമ്പോഴാണ് ഏകാഗ്രത വരുന്നതെങ്കിലോ പറയാൻ പറ്റില്ല. ഏത് സപ്താഹത്തിലാണ് നമുക്ക് പക്വത വരിക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുക. ആലയം പിബത ഭാഗവതം രസം. ലയിക്കുന്നത് വരെ കേട്ടുകൊണ്ടിരിക്കുക. എപ്പോഴാണോ തൃപ്തി ഉണ്ടാവുന്നത് അതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിലിവിടെ നിരോധം, അതാണ് ലക്ഷണം. ദശമസ്കന്ധത്തിൻ്റെ ലക്ഷണം നിരോധം എന്ന് പറഞ്ഞാൽ മറ്റ് പല ദിക്കിലേക്ക് പോകുന്ന മനസ്സിനെ ഒരു ഭാഗത്ത് ഒതുക്കി നിർത്താൻ പഠിക്കുക.
അത്ര എളുപ്പമല്ല. കാരണം അത് അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരിളക്കുണ്ടായാൽ തല തിരിയുന്നത് മനസ്സിലാവും. ചില ആചാര്യന്മാർക്കൊക്കെ ദേഷ്യം വരും. നമുക്ക് ദേഷ്യം ഇല്ലായിട്ടല്ല, അത് പുറമേക്ക് കാണിക്കാണ്ടിരിക്കാനുള്ള വിദ്യ പഠിച്ചുകൊണ്ടാണ്. അപ്പം അതുണ്ടാവും, അത് നമുക്ക് അറിയാം. അത് പഠിച്ചു കുറച്ചധികം വളവുള്ളതുകൊണ്ടാണ്. ശുദ്ധന്മാരാകുമ്പോൾ ദേഷ്യപ്പെടും. അല്ലാതെ കുറച്ച് കാപട്യമുള്ളത് കൊണ്ട് നമുക്ക് തൽക്കാലം ദേഷ്യത്തെ അടക്കി വെച്ച് വേണ്ട, ഇപ്പോഴുള്ള വില കളയണ്ട എന്ന് കരുതി ഒതുക്കി വയ്ക്കുക. ഒരനക്കുണ്ടായാൽ മതി, നമ്മുടെ മനസ്സങ്ങോട്ട് പൂവായി ഇളകുന്നു. ഇതാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാം, എന്നാലും പോയി പോകണില്ലേ. ചിത്തവൃത്തി നിരോധ, ചിന്തകളെ അടക്കാനൊന്ന് പഠിക്കും. ആദ്യം ശരീരത്തെ അടക്കാൻ പഠിക്കുക. അപ്പോൾ ഏറെക്കുറെ അത് പഠിച്ചു. ഇനി കഴുത്തൊന്ന് ഇളകാണ്ടിരിക്കുക, അങ്ങനെ പോവാതെ നോക്കുക. അത് മതി. കണ്ണ് ഇവിടേക്ക് തന്നെ ശ്രദ്ധിക്കുക. ഇനി ചെവി ഈ പറയുന്നത് മാത്രം കേൾക്കാൻ നോക്കുക. എങ്ങനെയാണ് ശീലിക്കുക. നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പഠിക്കുക. ഇത്രയായാൽ മാത്രമേ മനസ്സിനെ അടക്കാൻ പറ്റുള്ളൂ. അല്ല ആദ്യം തന്നെ മനസ്സിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല, ആദ്യം ശരീരത്തെ അടക്കണം. അപ്പോൾ ചിത്തവൃത്തി നിരോധ, പല ദിക്കിലേക്ക് പോകുന്ന നമ്മുടെ മനസ്സിനെ ഒതുക്കി നിർത്താൻ പരിശീലിപ്പിക്കുക. അതാണ് ഉദ്ദേശം. ഇന്നത്തെ വലിയ പ്രശ്നം അതാണ്, മനസ്സിനെ അടക്കാൻ പറ്റാതെയാണ് വലിയ കുഴപ്പം. അതിനാണ് ഞാൻ ശനിയാഴ്ചയൊക്കെ കൗൺസിലിങ്ങിന് പോകുന്നുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ആര്യവൈദ്യശാലയിൽ ചിലവാണ ഗുളിക മാനസമിത്ര. എന്താണ് എല്ലാവരും ഉറക്ക ഗുളികയ്ക്ക് എന്താ ഡിമാൻഡ്? വയ്യ, ഉറക്ക ഗുളിക ഇല്ലാണ്ട് കിടന്നുറങ്ങാൻ വയ്യ. ഇനി അഥവാ അങ്ങനെ ഉറങ്ങിയ ഭാര്യ വിളിക്കും, ഇന്ന് ഗുളിക കഴിച്ചില്ല പറയും. അന്നെങ്കിലും ഒന്ന് അങ്ങനെ ഗുളിക കഴിക്കാണ്ട് ഉറങ്ങിക്കോട്ടെ. അപ്പോൾ അതാണ് പ്രശ്നം. എല്ലാ ദിക്കിലും മനസ്സ് അടങ്ങുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നില്ല. അതിന് ശീലിക്കണം, ചെറുപ്പത്തിലേ ശീലിക്കണം. മനസ്സിനെ അടക്കി ഒന്ന് പരിശീലിക്കുക. അതാണ് ഇവിടെ വിഷയം. യോഗ ചിത്തവൃത്തി നിരോധ. പതഞ്ജലി പറയും നിരോധം എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തി നിരോധം. ഇതിനെയാണ് യോഗം എന്ന് പറയുക. പതഞ്ജലി എങ്ങനെയാണ് പറയുക? പല ദിക്കിലേക്ക് പോകണ മനസ്സിനെ ഒരു ഭാഗത്ത് ഒതുക്കി നിർത്തി പഠിക്കുക. ഒരു ഭാഗത്ത് ഒതുക്കി നിർത്തുന്നത് എന്തിനു ചോദിച്ചാൽ, ഇല്ലെങ്കിൽ വിശ്രമിശ്രായിട്ട് പല ദിക്കിലേക്ക് ചിന്നിച്ചതറിപ്പോയാൽ മനസ്സ് അശുദ്ധമാവും, ദുഃഖമായിരിക്കും ഫലം. ഒരു പരിധി കൂടുതൽ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ ഇങ്ങോട്ട് കിട്ടില്ല. അങ്ങനെ കുഴപ്പമുണ്ട്. കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ഗുളിക കൊണ്ടൊക്കെ നിൽക്കും. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കിട്ടില്ല. അതങ്ങനെ അങ്ങോട്ട് പോകും. വലിയ പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് ഈ വേദാന്തം പോലും മനസ്സിലാവണമെങ്കിൽ ഉന്മാദാവസ്ഥയിൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഭ്രാന്തുള്ള അവസ്ഥയിൽ മനസ്സിലാവില്ല. മനസ്സ് തൽക്കാലം ഒരു ഭാഗത്ത് ഒതുക്കി നിർത്താൻ പരിശീലിച്ച ഒരാൾക്ക് മാത്രമേ ഈ വിദ്യ പോലും ഫലിക്കുള്ളൂ. അതുകൊണ്ട് അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ദശമത്തിന് ശേഷം ഏകാദശ സ്കന്ധം. ഇപ്പോഴേ ഏകാദശ സ്കന്ധം പറയാനോ പറയില്ല. കാരണം എന്താ? ആദ്യം അടങ്ങിയിരിക്കട്ടെ, ഒരു ഭാഗത്തൊന്ന് മനസ്സ് നിർത്താൻ ആദ്യം പഠിക്കട്ടെ. അതിനാണ് 90 അധ്യായങ്ങൾ. പിന്നെ എന്തുള്ളൂ? പിന്നെ 31 അധ്യായം. അതിൽ കുറച്ച് അധ്യായങ്ങളിലായിട്ട് 2-3 അധ്യായം ഉപദേശമല്ല, കുറച്ച് അധ്യായത്തിലെ കാര്യം പറയണുള്ളൂ. പക്ഷേ അതുവരെയും ഒരുങ്ങുകയാണ്, മനസ്സിനെ ഒന്ന് നേരെയാക്കുകയാണ്. ചിത്തവൃത്തി നിരോധ. രാമകൃഷ്ണദേവൻ നല്ലൊരു ഉദാഹരണം പറയും. മനസ്സെങ്ങനെ ചോദിച്ചാൽ ആനയുടെ തുമ്പിക്കൈ പോലെയെന്ന് പറയും. ആനയുടെ തുമ്പിക്കൈയുടെ കുഴപ്പം എന്താ വെച്ചാൽ അത് വെറുതെ നിൽക്കില്ല. തുമ്പിക്കൈയിൽ എന്തെങ്കിലും ഒന്ന് പിടിച്ചേ പറ്റും. അതുകൊണ്ട് വിവരമുള്ള പാപ്പാൻ എന്ത് ചെയ്യും വെച്ചാൽ ആനയെ കൊണ്ട് പോകുമ്പോൾ തന്നെ തുമ്പിക്കൈയിൽ വല്ല കരിമ്പോ പനയുടെ പട്ടയോ വെച്ചു കൊടുത്താൽ പിന്നെ അതും പിടിച്ച് അവിടെ ഇരുന്നോളും. നമുക്ക് കയ്യിൽ ഭാഗവതമുള്ളതുകൊണ്ട് അതും പിടിച്ച് അവിടെ ഇരുന്നോളും. 7 ദിവസത്തേക്ക് വീട്ടുകാർക്ക് സമാധാനം ഉണ്ടല്ലോ. അതുകൊണ്ട് അതും പിടിച്ച് അവിടെ ഇരിക്കുകയാണ്. ഇനി ഉറങ്ങിയാലും സാരമില്ല, ഉറങ്ങാണ്ടിരിക്കുള്ള വിഷയമില്ല. നമ്മൾ അതിന് വേണ്ടി സമയം മാറ്റി വെച്ചുവല്ലോ, നമുക്കൊരാശ്വാസം ഉണ്ടാവും. ഇനിയിപ്പോൾ 7 ദിവസം കഴിഞ്ഞാൽ സപ്താഹമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും വയ്യായ വന്നു വിചാരിക്കുക, വരില്ല അങ്ങനെയല്ല, എന്നാലും വന്നു, ഇനി അഥവാ ഒന്ന് അഡ്മിറ്റായെന്ന് വിചാരിക്കുക. അപ്പോഴും നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഞാൻ 7 ദിവസം അവിടെ ഇരുന്ന് ഭാഗവതം ഉറങ്ങിക്കൊണ്ടാണെങ്കിലും കേട്ടിട്ടുണ്ട്. കുറച്ചൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. അതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊക്കെ ഉണ്ടാവും, ഇല്ല എന്നല്ല, എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആ സമയം വീട്ടിൽ മേപ്പോട്ടും നോക്കി ടി വിയും കണ്ടിരിക്കുകയല്ലായിരുന്നു, ഞാൻ ആ സ്ഥലത്ത് പോയി ഇരുന്നിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷം, ഒരു കൃതാർത്ഥത ഉണ്ടാവും. അതുകൊണ്ട് കേട്ടേ വെക്കൂ. അതാണ് വേണ്ടതുപോലെ ചിലവഴിക്കുക. സമയം എന്തായാലും അങ്ങനെ പോകും. അത് വേണ്ടതുപോലെ ചിലവഴിച്ചാൽ ധന്യത ഉണ്ടാവും, തൃപ്തി ഉണ്ടാവും. അപ്പം ആനയുടെ തുമ്പിക്കൈ പോലെയാണ് മനസ്സ്. അതിന് പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഇവിടുന്നും വലിക്കും. അങ്ങനെ വലിച്ചാൽ അവരുടെ ചീത്ത കേൾക്കേണ്ടത് പാപ്പാന. അതുകൊണ്ട് വിവരമുള്ള പാപ്പാൻ എന്ത് ചെയ്യും? പുറപ്പെടുമ്പോൾ തന്നെ എന്തെങ്കിലും കയ്യിൽ വെച്ച് കൊടുക്കും. ഇതുപോലെ നമ്മളിപ്പം 7 ദിവസത്തേക്ക് ഭാഗവതം വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും കുഴപ്പമില്ല, ഭാഗവതോ ഗീതയോ രാമായണോ എന്തായാലും മനസ്സിനെ തളർത്തുന്ന വിഷയമാവരുത്, വളർത്തുന്ന വിഷയം, ഉയർത്തുന്ന വിഷയമാവണം എന്നർത്ഥം. അത് നല്ലൊരു ഗ്രന്ഥമാണ് ഈ ഭാഗവതം. ദശമസ്കന്ധം ഭഗവാന്റെ മനോഹരങ്ങളായിട്ടുള്ള ലീലകൾ വർണ്ണിക്കുകയാണ്. അവിടെ ചുരുക്കി ആദ്യം ഒന്ന് പറഞ്ഞു. അതെന്തിനാ വെച്ചാൽ നല്ല ഗുരുനാഥന്മാർ അങ്ങനെയാണ്, ചുരുക്കി പറഞ്ഞു നോക്കും, എന്നിട്ട് മുഖഭാവം അങ്ങനെ നോക്കും, എന്താ അഭിപ്രായം എന്ന്. അപ്പോൾ അവരൊക്കെ അങ്ങനെ കൊടയും വേഗമൊക്കെ എടുത്തുന്ന വേഗം പോകാമെന്ന് ഉദ്ദേശിക്കാൻ വെച്ചാൽ കഴിഞ്ഞല്ലോ, വെറുതെ കഷ്ടപ്പെട്ടതിനാണ്. എന്തായത് കുറേ പറഞ്ഞാൽ നമ്മുടെ തൊണ്ട പോകാമെന്നല്ലാതെ, താല്പര്യം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേണ്ട, അവർക്ക് വേഗം പോവുകയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ പോട്ടെ. ഈ ഒരു രീതിയാണ്. ആദ്യം 3 ശ്ലോകങ്ങളെ കൊണ്ട് ചുരുക്കി പറഞ്ഞു.
പരീക്ഷത്ത് കുറച്ചൊരു വിഷമത്തോടു കൂടി പറയാണ്, ഇങ്ങനെ ഇങ്ങോട്ട് ചുരുക്കി പറയാണോ വേണ്ടത്? അങ്ങിപ്പോൾ പല കഥകളും പറഞ്ഞു, ആണ് പെണ്ണായ കഥ, ആണ് പ്രസവിച്ച കഥ, ഇതൊക്കെ കേട്ടിരിക്കുമ്പം എനിക്ക് ഒന്നും തോന്നായിട്ടല്ല, ഞാൻ പിന്നെ മിണ്ടാണ്ടിരുന്നതാണ്. അവസാനം എന്ത് പറയും? കൃഷ്ണകഥ പറയായിരിക്കില്ലോ എന്ന് കരുതി അതൊക്കെ അങ്ങ് വിസ്തരിച്ചു. കൃഷ്ണകഥ എത്തിയപ്പോൾ അങ്ങേക്ക് എന്തത്ര ധൃതി? എന്താ പ്രശ്നം? എന്തിനിപ്പോൾ ഇത്ര വേഗത്തിൽ പോയത്? എനിക്കത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ പരീക്ഷത്ത് ചോദിച്ചു വാങ്ങാണ്. കഥിതോ വംശവിസ്താരോ ഭവതാ സോമസൂര്യയോ രാജ്ഞാം ചോഭയവംശീയാനാം ചരിതം പരമാത്ഭുതം. കഥിതോ വംശവിസ്താര, അങ്ങിപ്പം വിസ്തരിച്ചു വർണ്ണിച്ചു. സോമസൂര്യയോഹോ, ശരിക്കും സൂര്യസോമയോഹോ എന്നാണ് പറയേണ്ടത്. സൂര്യവംശമാണ് ആദ്യം, അത് കഴിഞ്ഞ ചന്ദ്രവംശം. പക്ഷേ പരീക്ഷത്തിന് കൃഷ്ണൻ ചന്ദ്രവംശത്തിലായതുകൊണ്ട് അത് ആദ്യം പറയും. അതോടുകൂടി പിന്നെ അതിനായി പ്രാധാന്യം. സോമസൂര്യയോഹോ രാജ്ഞാം ചോഭയവംശീയാനാം ചരിതം പരമാത്ഭുതം. അങ്ങ് വംശത്തിലുള്ള രാജാക്കന്മാരുടെ കഥയൊക്കെ വിസ്തരിച്ച് പറഞ്ഞു. പക്ഷേ കൃഷ്ണകഥ എന്തേ ചുരുക്കി? അത് ചുരുക്കി പറയണത് വിസ്തരിച്ച് കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിവൃത്തതർഷൈരുപഗീയമാനാത് ഭവൌഷധാത് ശ്രോത്രമനോഭിരാമാത് കൗത്തമ ശ്ലോകഗുണാനുവാദാത് പുമാൻ വിരജ്യേത വിനാ പശുഘ്നാത്. ആർക്കാണ് ഈ ഭഗവാന്റെ കഥ ഇഷ്ടം ഇല്ലാണ്ടിരിക്കുക? ഭഗവാന്റെ കഥ ഇഷ്ടപ്പെടാത്ത ഒരാളെ കാണിച്ചൊരു കൃഷ്ണകഥ ഇഷ്ടമില്ല. രാമകഥ ഇഷ്ടപ്പെടാത്തവരുണ്ട് കേട്ടോ, അതൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെടാത്തവരൊക്കെ രാമായണം വലിയ സുഖമില്ല, അതങ്ങനെ ആകെ കരച്ചിലാണ്. രാമൻ ചിരിച്ചിട്ട് കാണാറുമില്ല, സീതയെ ഒഴിവാക്കി അവസാനം അങ്ങനെ. രാമായണം അങ്ങോട്ട് പൊഴിഞ്ഞാൽ കുറച്ച് കരച്ചിലാണ് കിട്ടുക, കണ്ണീരാണ് കിട്ടുക എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ കൃഷ്ണന് അങ്ങനെയല്ല, അത് പുഞ്ചിരി മാത്രമേ ഉള്ളൂ, കൊഞ്ചൽ മാത്രമേ ഉള്ളൂ, അതിൽ കരച്ചിലില്ല. മറ്റുള്ള അവതാരങ്ങൾ ഇഷ്ടപ്പെടാത്തവരുണ്ട്. എത്രയോ പേര് നമ്മളോട് തന്നെ പറയാറുണ്ട്. ചില കുട്ടികളൊക്കെ വന്ന് പറയും, എന്തിനീ വരാഹായിട്ട് വന്നു തിരുമേനി, എന്തിനകത്തത് വേറെ എന്തൊക്കെ അവതാരമായിട്ട് വരായിരുന്നു, എന്തിനൊക്കെ ഈ വരാഹായിട്ട് പന്നിയായിട്ടൊക്കെ എന്തിനും വന്നു ചോദിക്കുന്നവരുണ്ട്. നരസിംഹം നമ്മൾ കേമ എന്നൊക്കെ പറയുമെങ്കിൽ ശരിക്കും അങ്ങോട്ട് വന്നു വിചാരിക്കുക, പ്രതിമയൊക്കെ ആയിട്ട് ഇരിക്കുക കുഴപ്പമില്ല. ശരിക്കും ഇവിടെ വന്നു വെച്ചാൽ നമ്മൾ പോവും, അങ്ങനെ ആസ്വദിക്കൊന്നുമില്ല. ഒരു ഇടി വെട്ടിയെ പേടിക്കണവരാ പിന്നെ അപ്പോഴേക്കും കുടടുത്ത് പോയി വരണം. അങ്ങനെയുള്ള നമ്മളപ്പോൾ നരസിംഹം വന്നിരിക്കുക. അത് പെരുമ്പറപ്പനായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല. ശരിക്കും നരസിംഹമായിട്ട് വന്നു കഴിഞ്ഞാൽ ഓടും. ബ്രഹ്മാവ് പോലും ഓടുകയുണ്ടായത്. പക്ഷേ കൃഷ്ണനായിട്ട് വന്നാൽ അങ്ങനെയല്ല, വ്യത്യാസമുണ്ട്. അത് പിന്നിലിരിക്കുന്നവരൊക്കെ മുന്നിലേക്ക് വരും, പറയേണ്ട കാര്യമൊന്നുമില്ല. അടുത്തേക്ക് വരും, തൊട്ട് നോക്കും, കൈയെടുത്ത് കണ്ണിൽ വെച്ച് നോക്കും, എടുത്തു നോക്കും, ഒന്ന് വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ ചോദിക്കും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കഥ. പ്രത്യേകിച്ച് ആരാ എന്താണെന്ന് അറിയാത്തവർക്ക് പോലും എത്രയോ ആളുകൾ അവരുടെ വീട്ടിൽ കൃഷ്ണൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. കൃഷ്ണനെന്നറിയാത്ത സായിപ്പന്മാർ പോലും വെച്ചിട്ടുണ്ട് പ്രതിമ. ആരാവെന്ന് അവർക്ക് നിശ്ചയില്ല, പക്ഷെ ആ പ്രതിമ കണ്ടു, ഇഷ്ടപ്പെട്ടു, വാങ്ങി, പറഞ്ഞ്. എന്ന് പറഞ്ഞ അർത്ഥം ആകർഷിക്കാനുള്ളൊരു കഴിവ് ആ കൃഷ്ണനുണ്ട്. നിവൃത്തത ഋഷൈരുപഗീയമാനാത്, എല്ലാവരെയും ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആശയില്ലാത്ത സന്യാസിമാരെ പോലും ആകർഷിക്കും. ഒന്നിനോടും ഭ്രമമില്ലാത്തവർ സന്യാസിമാർ, അവർ പക്ഷേ എല്ലാം വിടും, എന്നാലും ഭാഗവതം വിടില്ല. എത്രയോ ഭാഗവതം വായിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ സന്യസിച്ചു കഴിഞ്ഞാൽ എന്ത് വിടില്ല? എന്താ ഭാഗവതം വിടാത്തത്? അല്ല, അത് ദോഷമില്ല. എന്താണ്? ബാക്കിയൊക്കെ ദോഷമാണ്. ഭാര്യ ദോഷം, മക്കൾ ദോഷം, വീട് ദോഷം. പക്ഷെ എന്ത് ദോഷമില്ല? ഭാഗവതം ദോഷമില്ല. അതുകൊണ്ടല്ലേ അവരൊക്കെ വിട്ടിട്ട് ഭാഗവതം വിടാണ്ടിരിക്കുന്നത്? എന്താ? നിവൃത്തത ഋഷൈരുപഗീയമാനാത്. ഒന്നിനോടും ആശയില്ലാത്ത യോഗീശ്വരന്മാർക്ക് പോലും ഭാഗവതത്തിനോട് ആശ ഉണ്ട്. അപ്പം ആശ ഒരു ദോഷമല്ലേ? ആശ ദോഷമല്ലേ ചോദിച്ചാൽ ഈ പിങ്കള പറയുന്നുണ്ട്, ആശ ഹി പരമം ദുഃഖം. അത് ഏതാശയാണ്? ലൗകിക വിഷയങ്ങളോടുള്ള ആശ. ഭാഗവതം കേൾക്കാൻ ആശ ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല കേട്ടോ. ഞാൻ വിചാരിക്കേണ്ട ആശ പോക്കണം എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ഈ ഭാഗവതം കേൾക്കാനുള്ള ആശ ഒഴിവാക്കി. അത് വേണ്ട. നമുക്ക് വേറെ പല ആശയുണ്ട്, അതൊക്കെ ഒഴിവാക്കിയിട്ട് കേൾക്കാൻ വയ്ക്കുക. മറ്റ് പല വിഷയങ്ങളും ചിന്തിക്കാണ്ടിരിക്കാനാണ് കൃഷ്ണനെ ചിന്തിക്കുന്നത്. കൃഷ്ണൻ്റെ ഭ്രമം വന്നാൽ മറ്റുള്ള ആശയൊക്കെ പോവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ കൃഷ്ണനും ഞാനും ഒന്നാവും. പിന്നെ ആശിക്കാൻ വേറൊരു വസ്തുവില്ല, ആ അവസ്ഥയിലേക്ക് എത്തും. അതാണ് മുക്തി, അതാണ് ഏകാദശ സ്കന്ധം. ആശയത്തെ യോഗീശ്വരന്മാർക്ക് പോലും എന്ന് പറഞ്ഞാൽ ശ്രീശുകർക്ക് പോലും, ഗുരുനാഥ അങ്ങ് തന്നെ ഉദാഹരണമല്ലേ, 7 ദിവസം അങ്ങിരുന്ന് ഭാഗവതം പറഞ്ഞാൽ 7 മിനിറ്റ് പോലും എവിടെ ഇരിക്കാത്ത ഒരാളാണ്. സ ഗോദോഹന മാത്രം വിഹി. ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ 7 മിനിറ്റ് പോലും നിൽക്കില്ല. കാരണം ബന്ധമായാലോ, ആരോടും ബന്ധം വേണ്ട എന്ന് കരുതി നടക്കുന്നവരാ. അങ്ങനെയുള്ള അങ്ങപ്പോൾ ഇവിടെ ഇരുന്ന് ഭാഗവതം പറയണമെങ്കിൽ അങ്ങയ്ക്ക് പോലും എന്തിനോട് ആശയുണ്ട്? എന്തിനോടും ആശയില്ലാത്ത ശ്രീശുകർക്ക് പോലും ഭാഗവതത്തിനോട് ആശയില്ലേ? പണം വേണോ? വേണ്ട എന്ന് പറയുന്നവരുണ്ടാവും. നമ്മളൊന്നും അങ്ങനെയല്ലേ? വേണോ ചോദിച്ചാൽ വേണം എന്ന് പറയും. അതാണ്. അല്ല, അങ്ങനെയുള്ളവരുണ്ട്. പണം വേണ്ട. പ്രശസ്തി വേണോ? വേണം. പക്ഷെ അത് വേണ്ട പറയുന്നവരുണ്ടാവും. നമുക്കിതൊക്കെ പ്രധാന, പക്ഷെ പണം വേണ്ട, പ്രശസ്തി വേണ്ട എന്നൊക്കെ പറഞ്ഞവർ. ആരോഗ്യം വേണം, ആരോഗ്യവും വേണമെന്നില്ല.
ഭാഗവതം വേണോ? ഭാഗവതം വേണം. ഇതൊന്നും വേണ്ട പറഞ്ഞവർക്ക് എന്ത് വേണം? ഭാഗവതത്തിനോടുള്ള ആശ പോയിട്ടില്ല. നിവൃത്തതർഷൈരുപഗീയമാനാത് ഭവൌഷധാത്. എന്താ കാരണം? ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ല. ഇത് കുടിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമില്ല, ഗുണമുണ്ട് താനും. ചിലതൊക്കെ കുടിച്ചാൽ ഗുണമുണ്ട്, പക്ഷെ കുടിക്കാൻ നല്ല പ്രയാസമാണ്. അങ്ങനെയുണ്ട്, ചിലതൊക്കെ വലിയ പ്രയാസമാണ്. എന്നാൽ ഇത് കുടിക്കുമ്പോഴും പ്രയാസമൊന്നുമില്ല. ഭവൌഷധാത് ശ്രോത്രമനോഭിരാമാത്. കേൾക്കും തോറും സ്വാദ് കൂടുകയാണ്. സ്വാദു പതേ പതേ. കേൾക്കും തോറും ഇഷ്ടം കൂടും. അതാണ് ഭാഗവത്തിൻ്റെ മഹിമ. കഴിക്കുമ്പോഴും ബുദ്ധിമുട്ടില്ല. ചിലതൊക്കെ നമ്മൾ പാത്രം എടുക്കാൻ മറന്നു പറയും, പായസമൊക്കെ. എന്നിട്ട് ഇവിടുന്ന് ഏതെങ്കിലും നെയ്യിൻ്റെ പാത്രത്തിൽ തരും, അങ്ങനെ ഉണ്ടാവുക. പാത്രം മറന്നുപോയി എന്ന് പറഞ്ഞു കൊണ്ടോ. ഇത് പിന്നെ അങ്ങനെ കുഴപ്പമില്ല. ഭാഗവതം കേൾക്കാൻ അയ്യോ ഞാൻ കേൾക്കാനുള്ള പാത്രം എടുത്തില്ല എന്ന് പറയണ്ട. കാരണം നമ്മൾ വന്നാൽ കൂടെ ചെവി വരും. ശ്രോത്രമനോഭിരാമാത് കൗത്തമ ശ്ലോക ഗുണാനുവാദാത് പുമാൻ വിരജ്യേത വിനാ പശുഘ്നാത്. അതുകൊണ്ട് ഭഗവാന്റെ കഥ അങ്ങ് വിസ്തരിച്ച് പറയണം, ഞാനത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്ര വർണ്ണാഭമായൊരു കഥ വേറെയില്ല, ഇത്രയും ശോഭിച്ചൊരു അവതാരം വേറെയില്ല. ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആർക്കും മറക്കാൻ പറ്റില്ല. ഭാഗവതം അങ്ങനെയാണ്, ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ മറക്കാൻ പറ്റില്ല. പിന്നെ ഭാഗവതം ഉണ്ടെങ്കിൽ എവിടെയായാലും പോയേ പറ്റൂ തോന്നും, വീട്ടിലിരിക്കാൻ പറ്റില്ല. അവിടെ ഇങ്ങനെ വായിക്കുമ്പോൾ എങ്ങനെ വീട്ടിലിരിക്കുക, അങ്ങനെ ചിന്തയാണ്. ആദ്യം കേൾക്കുന്നത് ഇഷ്ടത്തോടു കൂടി കേൾക്കുമെന്നാവും തോന്നണില്ല. നിങ്ങളെ കാര്യം എനിക്കറിയില്ല, എൻ്റെ കാര്യം ഇഷ്ടത്തോടു കൂടിയല്ല കേട്ടത്, അതറിയാം. ആദ്യമായിട്ട് കേൾക്കുന്നത് ഇഡ്ഡലി കഴിക്കാം, അവിടുത്തെ ഉപ്പുമാവാവും, അപ്പോഴൊരു ദേഷ്യമുണ്ട്. സാറിൻ്റെ ഉപ്പുമാവ് കഴിക്കാം എന്ന് കഴിക്കാതിരിക്കുമ്പം ആചാര്യം നിർത്തില്ല. 8:30 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പാകത്തിന് വന്നതാണ്. 8:29 വരുള്ളൂ, കേട്ടുപോയാലോ പേടിച്ചിട്ട്. ചിലപ്പോൾ അത് 8:40, 45 ആവും. 15 മിനിറ്റ് കേട്ട് പോവും, നിർത്തില്ലാണ്ട്. ആഗ്രഹിച്ച് കേൾക്കല്ല, പ്രാഗിങ് കൊണ്ടാണ് കേൾക്കുക. ദുഷ്ടം നിർത്തിയില്ല, ഈ സമയത്ത് സ്കൂളിലെത്തും, അല്ലെങ്കിൽ കോളേജിലെത്തുമോ എന്ന് കരുതിയിട്ടാവും കേൾക്കുക. ആ 15 മിനിറ്റ് കേട്ടതിൻ്റെ ഒരു ഇഷ്ടം അന്ന് കോളേജിൽ പോയാലും സ്കൂളിൽ പോയാലും പിന്നെ മോഹം തോന്നും, എന്താ ഇപ്പോൾ അവിടെ നടക്കുന്നത്. പിന്നെ ഇവിടെ എത്തി മനസ്സിലാവും ഇത് 7 ദിവസത്തെ പരിപാടിയാണെന്ന്, ഉച്ചയ്ക്ക് ഗംഭീര സദ്യയാണെന്നൊക്കെ മനസ്സിലാവുമ്പോൾ എന്നാൽ പിന്നെ 2 ദിവസം സ്കൂളിൽ പോകേണ്ട വെച്ചാലോ. അങ്ങനെയൊക്കെ തന്നെയാണ് പലരും നമുക്കറിയാം. ഇതന്നെ തൊഴിലാക്കിയവരുണ്ടല്ലോ, എല്ലാതെങ്കിലും പോലെ അവരെന്നെയാണ് കാണും. പറയണത് നമുക്ക് ഇനി മാറ്റി പറയണോ തോന്നും, കാരണം ഇത് തന്നെയല്ല ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അവർ കേട്ടത്. അവർക്ക് പക്ഷേ കുഴപ്പമില്ല, പറയുന്ന ആൾക്കും പ്രശ്നമില്ല. കാരണം പറയും തോറും പുതുമ. പ്രതിനിമിഷ നവീനായ മെൽബത്തൂരിട്ട പേരാ. ഓരോ നിമിഷവും പുതുമ എന്നാണ്, പുതിയത് എവർഗ്രീൻ, എപ്പോഴും സൗന്ദര്യം കൂടിക്കൂടി വരും. അതുകൊണ്ട് ഈ ഭഗവാന്റെ കഥ അങ്ങ് വിസ്തരിച്ച് പറയണം. പുഞ്ചിരിക്കൊഞ്ചലും കൺമയക്കങ്ങളും നെഞ്ചിൽ തറച്ചാൽ മറക്ക വയ്യാൻ പണി. ഗോപികൾ പറയണം ഉദ്ധവനോട്, ഉദ്ധവ ഞങ്ങൾക്ക് അവനെ മറക്കാൻ സാധിക്കുന്നില്ല, താൻ വല്ല മന്ത്രം ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമോ, എന്തിന് മറക്കാൻ? നമ്മൾ തിരിച്ചാൽ ചോദിക്കുക, ഓർക്കാൻ വല്ല മന്ത്രമുണ്ടോ എന്നാണ്. ഇവർ തിരിച്ചാൽ വിസ്മർത്തും നൈവ ശക്നുമഹ, ഞങ്ങൾ അവൻ്റെ കൊഞ്ചൽ കേട്ടുപോയി, പുഞ്ചിരി കണ്ടുപോയി, ഞങ്ങൾക്കിപ്പോൾ മറക്കാൻ പറ്റുന്നില്ല. വല്ല സാധനയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ, അവനൊന്ന് മറന്നു കിട്ടാൻ ഏത് അമ്പലത്തിലാണ് പോകണ്ടു, ഏത് വഴിപാടാണ് കഴിക്കേണ്ടു? ഇതാണ് അവരുടെ ചോദ്യം. എന്താ കാരണം? അതാ ഭഗവാന്റെ സ്വഭാവമാണ്, രീതിയാണ്. സ്ത്രീകളുടെ മാനത്തിന് ഇത്രയധികം വില കൽപ്പിക്കുന്ന ഒരു പുരുഷൻ ലോകത്ത് വേറില്ല. എന്നാലും നമ്മൾ കൃഷ്ണനെ പറ്റി പറയുമ്പം കുറച്ച് മോശക്കാരെ കണ്ടാൽ നമ്മൾ പറയും കൃഷ്ണനെ, നല്ല അർത്ഥമല്ല, കുറച്ച് മോശർത്ഥ. അങ്ങനെയാണ് അതിൻ്റെ രീതി. അതൊന്നും ഭഗവാന് പ്രയാസമില്ല, എന്ത് വേണമെങ്കിലും പറയാം, അതൊക്കെ അവരവരുടെ ഇഷ്ടം. നിവൃത്തതർഷൈരുപഗീയമാനാത് ഭവൌഷധാത് ശ്രോത്രമനോഭിരാമാത് കൗത്തമ ശ്ലോക ഗുണാനുവാദാത് പുമാൻ വിരജ്യേത വിനാ പശുഘ്നാത്. ഇനിയിപ്പം ഞാനത് കേൾക്കാൻ അർഹനല്ലേ എന്ന് ചോദിച്ചാൽ എൻ്റെ കാര്യം കഷ്ടമായിരിക്കും, ഞാൻ അർഹനാവില്ല. ശരിയാണ്, നമുക്കിപ്പം പരീക്ഷത്തിൻ്റെ ഹിസ്റ്ററി നമുക്കറിയാലോ. പരീക്ഷത്തിൻ്റെ യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ മഹർഷിയുടെ തോളിൽ ചത്തപാമനെ തോളിലിട്ടു. അതാണിപ്പം ശ്രീ ശിവരെ പോലെ ഒരു മഹർഷിയായിരുന്നു, അതുപോലത്തെ ഒരു മഹർഷിയുടെ തോളിൽ എന്ത് ചെയ്തു, ചത്തപാമനെ കൊണ്ടുപോയിട്ടതാണ് ഇപ്പോൾ ആരുടെ യോഗ്യത? ഇത്ര അപകടം നമ്മളാരും ചെയ്തിട്ടില്ല. എന്നിട്ടും പരീക്ഷത്തിന് എങ്ങനെ ഭാഗവതം കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി? പിതാമഹാമേ സമരേ മരഞ്ജയൈഹി. എൻ്റെ ആ ഒരു കഴിവ് പോട്ടെ, എൻ്റെ പുണ്യം പോട്ടെ, ഞാനായിട്ട് പ്രത്യേകിച്ച് പുണ്യം ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ മുത്തശ്ശന്മാർ നോക്കൂ, ആ അർജുനനും ധർമ്മപുത്രനും ഇവരൊക്കെ വലിയ മഹാഭാരത യുദ്ധത്തിൽ ജയിക്കാൻ കാരണം കൂട്ടുകാരനായിട്ട് ആരെ കിട്ടിയത് കൊണ്ടാണ്? കൈവർത്തക കേശവ, കപ്പിത്താനായിട്ട് കൃഷ്ണനുള്ളത് കൊണ്ടല്ലേ. ഇപ്പം കൃഷ്ണന് എൻ്റെ മുത്തശ്ശന്മാരോടൊക്കെ വലിയ സ്നേഹമായിരുന്നല്ലോ. അതെ, ആ സ്നേഹം എന്നോട് ഇല്ലാണ്ടിരിക്കില്ലല്ലോ. മുത്തശ്ശൻ്റെ പേരക്കുട്ടിയല്ലേ ഞാൻ, അർജുനൻ എൻ്റെ മുത്തശ്ശനല്ലേ, അർജുനൻ്റെ പേരക്കുട്ടില്ലേ ഞാൻ. കൃഷ്ണൻ അർജുനൻ്റെ കൂട്ടുകാരനല്ലേ, തൻ്റെ കൂട്ടുകാരൻ മാത്രമല്ല അടിയനുമാണ്. അപ്പം പേരക്കുട്ടിയോട് സ്നേഹം ഉണ്ടാവില്ലേ?
ഇനി പോട്ടെ, ഇനി താൻ എന്ത് നാമം ജപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാനധികം നാമം ജപിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ അമ്മ ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടമിതം മതംഗം സന്താനബീജം ഗുരുപാണ്ഡവാനം. മതംഗം തൻ്റെ ശരീരത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ കാര്യം പറയുക കേമത്തം കാണിക്കാനാണ്. ഞാനിന്ന് 10 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ 12 പ്രാവശ്യം പറയും ഞാൻ അവിടെ ഇല്ലാണ്ടോ, ഞാനുണ്ടാവണമായിരുന്നു, എന്നാലോ ഒന്നുകൂടി അപകടമാവുന്നല്ലാതെ. അത്രയേ ഉള്ളൂ. എന്നാലും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ പരീക്ഷത്ത് മതംഗം ഞാൻ എൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ സംശയിക്കും, പരീക്ഷത്തിനും അഹങ്കാരം ഉണ്ടോ? അല്ലല്ല, എൻ്റെ അഹങ്കാരം കൊണ്ട് പറയല്ലേ ഞാൻ. ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടമിതം മതംഗം സന്താന ബീജം കുരുപാണ്ഡവാനാം ജുഗോപ കുക്ഷിംഗതാത്തചക്രോ മാതുശ്ചമേയ ശരണം ഗതായ. എൻ്റെ അമ്മ ഉത്തര ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്താണ് അശ്വത്ഥാമാവ് അസ്ത്രം അയച്ചത്. നേരെ ഗർഭത്തിലേക്ക് വന്ന സമയത്ത് ആ അമ്മ എങ്ങോട്ട് ഓടി? വലിയ കേമന്മാരവിടെ ഉണ്ട്, ഘടാഘടീയന്മാരൊക്കെ ഉണ്ട് അവിടെ, യുധിഷ്ഠിരനും ഭീമനൊക്കെ ഉണ്ട്. എന്നിട്ട് അവരെയൊന്നും ആശ്രയിക്കാതെ അമ്മ ആരെ ആശ്രയിച്ചു? ഈ കൃഷ്ണനെ ആശ്രയിച്ചു. എൻ്റെ അമ്മ കൃഷ്ണനെ ആശ്രയിച്ച ആ ഒരു കാര്യം നോക്കിയിട്ട് എനിക്ക് ഭാഗവതം പറഞ്ഞു തരുമോ? എൻ്റെ അമ്മ കുറേ നാമം ജപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഭാഗവതം അങ്ങനെ ഇരിക്കും. എനിക്ക് അവനാണ് സാധ്യത. അല്ല അതപ്പം ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട്, എന്തപ്പോൾ ചെയ്തത്? പ്രത്യേകിച്ച് അങ്ങനെ വലിയ കഥയൊന്നുമില്ല. എന്നാലും ഇപ്പോൾ കേമനായി എന്നല്ല പറയണത്, ഇപ്പം അത് നോക്കണ്ട. പിന്നെ ഇപ്പം അതല്ല, എന്നാലും ഇങ്ങനെയൊക്കെ അങ്ങനെ ഇരുന്ന് അങ്ങനെ എന്തോ അല്ല എന്തപ്പോൾ ചെയ്തു ചോദിച്ചാൽ മാതുശ്ചമേയ ശരണം ഗതായ. നല്ല അമ്മയ്ക്ക് പിറന്നു ആണ് കഥ. ആരെങ്കിലും പൂർവികർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, തറവാട്ടിലുള്ള ഏതെങ്കിലും ഉണ്ണിക്ക് ഭാഗവതം കേൾക്കാൻ തരാവട്ടെ. അതല്ലാണ്ടപ്പോൾ ഇങ്ങനെ കേൾക്കുക. മാതുശ്ചമേയ ശരണം ഗതായ. ഇനി പരീക്ഷത്തിനെ ഇടയ്ക്കിടയ്ക്ക് ശ്രീശുവരം വിളിക്കാറുണ്ട് ഉത്തരാമാതഃ. പരീക്ഷത്തിന് ഇഷ്ടം കൂടുമ്പോൾ ഇങ്ങനെ പേര് വിളിക്കും, ഉത്തരയെ അമ്മയായിട്ട് കിട്ടാൻ ഭാഗ്യം ചെയ്തവനെ. അതുകൊണ്ടാണോ തനിക്ക് ഭാഗവതം കേൾക്കാൻ പറ്റുന്നത്? അങ്ങനെ തൻ്റെ കേമത്തം കൊണ്ട് അല്ലാതൊരർത്ഥത്തിലുണ്ട്. അതാണ് ഇപ്പം ഇവിടെ പരീക്ഷത്തിൽ ചോദിക്കുന്നത്. മാതുശ്ചമേയ ശരണം ഗതായ. എൻ്റെ അമ്മ കേമായിട്ട് അങ്ങയെ സ്തുതിച്ചില്ലേ? അമ്മയെ ആ ഭഗവാനെ സ്തുതിച്ചില്ലേ? പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ നാന്യം ത്വദഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. അങ്ങനെ സ്തുതിക്കുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു അമ്മയുടെ ഗർഭത്തിൽ. അപ്പോൾ ആ സ്തുതി എൻ്റെ അക്കൗണ്ടിലും പെടില്ലേ? അതൊന്ന് പെടുത്തിയിട്ട് എങ്ങനെയെങ്കിലും തന്നെ കരകയറ്റണേ. അതുകൊണ്ട് ഞാനത് കേൾക്കാൻ അർഹനല്ലേ? അങ്ങെന്താ ചുരുക്കി പറഞ്ഞത് വിസ്തരിച്ച് പറയണം? ഇനിയിപ്പം വിശപ്പും ദാഹവും ഉണ്ടെന്ന് കരുതിയിട്ടാണെങ്കിൽ എനിക്ക് വിശപ്പും ദാഹമൊന്നും ഇല്ല. ഇനിയിപ്പോൾ അത് വിചാരിക്കേണ്ട. അപ്പോൾ 4ാമത്തെ ദിവസമായി, പരീക്ഷ തന്നിരിക്കുകയാണ്. നമ്മളെപ്പോലെ ഇരിക്കുകയല്ല പരീക്ഷത്ത്. നമ്മളാണെച്ചാൽ സമയത്ത് നിർത്തി, നേട്ടൻ്റെ ക്ഷീണ 8:30 നിർത്തും, അത് കഴിഞ്ഞ് 12:45 നിർത്തി, അത് കഴിഞ്ഞ് 4 മണിക്ക് നിർത്തി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തണമുണ്ട്. ഇവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. എന്നാലും ക്ഷീണമായി വയ്യട്ടോ എന്നാ പറയാം. പരീക്ഷത്തിപ്പോൾ 4 ദിവസമായിട്ട് പച്ചവെള്ളം കുടിച്ചില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. അതുകൊണ്ട് പരീക്ഷത്തിന് ക്ഷീണം ഉണ്ടെങ്കിലോ എന്ന് കരുതി ചുരുക്കുകയാണെങ്കിൽ എനിക്കങ്ങനെ ക്ഷീണമൊന്നുമില്ല, ദാഹവും വിശപ്പൊന്നുമില്ല. പണ്ടുണ്ടായിരുന്നു. പണ്ടങ്ങനെ ദാഹം ഉണ്ടായിട്ടാണ് ഞാൻ ആ മഹർഷിയുടെ തോളിൽ. അന്ന് ഈ ഭാഗവതം കേൾക്കാനുള്ള ദാഹം ഉണ്ടായിരുന്നെങ്കിൽ, അല്ല ഒരർത്ഥത്തിൽ നന്നായിട്ടോ, അങ്ങനെ തോളിൽ ചത്തപാമ്പനിട്ടത് കൊണ്ടാണ് ഇപ്പം ഈ ഭാഗവതം കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ചെയ്യണ വൃത്തികേട് പോലും എന്തായി മാറും? ഭാഗവതം കേൾക്കാൻ അവസരമായി മാറും. അതാണ് ഇപ്പോൾ ഈ കഥ കാണിച്ചിരുന്നത്. നിവൃത്തദർശൈഹി. അതുകൊണ്ട് ആശയത്തെ യോഗീശ്വരന്മാർക്ക് പോലും ആശയുള്ള ഭാഗവതം അതെനിക്ക് പറഞ്ഞു തരണം. എനിക്ക് വിശപ്പും ദാഹമൊന്നുമില്ല. നൈഷാതി ദുസ്സഹാക്ഷുന്മാം ത്യക്തോദമപിബാധതേ പിബന്ധം ത്വന്മുഖ അംഭോജച്യുതം ഹരികഥാമൃതം. അങ്ങയുടെ മുഖത്തുനിന്ന് ഒഴുകി വരുന്ന ഈ ഹരികഥാമൃതം കുടിച്ച് 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 എനിക്കിപ്പം എന്തില്ല? എനിക്കിപ്പം വിശപ്പും ദാഹമൊന്നുമില്ല. ഭാഗവതത്തിൽ ശ്രദ്ധ വന്നാൽ പിന്നെ സമയം നോക്കൊന്നുമില്ല. സമയം വല്ലാണ്ട് നോക്കണ്ടേ? അർത്ഥം എന്താ വെച്ചാൽ ഭാഗവതത്തിൽ ശ്രദ്ധ ഒന്നുമില്ല. ഞാനെന്തായാലും 6:45 നിർത്തും, അത് പേടിക്കണ്ട. എന്നാലും പറയേണ്ടത് പറയണമല്ലോ, അത് പറയാം. ഭാഗവതത്തിൽ ശ്രദ്ധ വന്നാൽ പിന്നെ നമ്മൾ സമയവും കാലമൊന്നും നോക്കില്ല. അതങ്ങനെ ശ്രദ്ധിച്ച് കുടിക്കുക, അത് കേട്ടുകൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. ഇവിടെ പരീക്ഷത്ത് പറയണത് എനിക്കത് മതിയായിട്ടില്ല, അങ്ങ് കൃഷ്ണകഥ വിസ്തരിച്ച് പറയണം. ഇനി ഞാനത് കേൾക്കാൻ അർഹനല്ലെങ്കിൽ നിവൃത്തി കേട്ടോ. ചിലപ്പോൾ അങ്ങനെ പരീക്ഷ താനെന്ത് യോഗ്യത, തനിക്കെന്താ ഉള്ളത്, തനിക്ക് കേൾക്കണം അത്രയോ ഭാഗവതം, അത് തനിക്ക് എന്താ അതിന് മാത്രമുള്ള ആ പുണ്യമുണ്ടോ എന്നാണെങ്കിൽ നിവൃത്തിയില്ല. ഞാനത് കേൾക്കാൻ അർഹനാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരണേ എന്ന് വിനയത്തോടു കൂടി അപേക്ഷിച്ചു ഗുരുനാഥനോട്. ശ്രീശുവർക്കുണ്ടായ സന്തോഷം അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, സമ്യക് വ്യവസിത ബുദ്ധി തവരാജർഷി സത്തമാ. ഇതുവരെയും പരീക്ഷത്തിൽ എങ്ങനെ വിളിച്ചിട്ടില്ല ഭാഗവത്തിൽ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിളി. സമ്യക് വ്യവസിത ബുദ്ധി, അങ്ങയുടെ ബുദ്ധി നേരാവണ്ണാണ് സഞ്ചരിക്കുന്നത്. എന്താ തെളിവ്? ഭഗവാന്റെ കഥയിൽ ഇത്ര കണ്ട് ശ്രദ്ധ ഉണ്ടല്ലോ. ഭാഗവതം ഉണർന്നിരുന്ന് ശ്രദ്ധിച്ച് കേൾക്കാനുള്ള ആ ഒരു താല്പര്യം കണ്ടാൽ മനസ്സിലാക്കുക ഇയാൾ നേരെയാവും. അയാൾക്ക് സംശയം ഉണ്ടാവും, പക്ഷേ അറിയേണ്ടവർക്ക് അറിയാം അത് നേരെ, അയാൾ നേരെയും എന്നാലും അതിൽ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ആ ഒരു ശ്രദ്ധ വന്നില്ലെങ്കിൽ തിരിച്ചും കുറച്ചുകൂടി നേരെ എടുക്കും നേരെയാവാൻ എന്ന് മനസ്സിലാക്കാം.
സമ്യക് വ്യവസിത ബുദ്ധി തവ രാജഋഷി സത്തമ. പരീക്ഷത്തിനെ വിളിച്ചത് എന്താ? രാജഋഷി സത്തമ. ഇതിന് മുന്നേയൊക്കെ രാജൻ എന്ന് പല വട്ടം വിളിച്ചിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ രാജഋഷി എന്നും വിളിച്ചിട്ടുണ്ട്. പരീക്ഷത്ത് പണ്ട് രാജാവായിരുന്നു, പിന്നെ എല്ലാം വിട്ട് കാട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ആരായി? വെറും രാജാവല്ല, രാജഋഷി ആയി. ഇപ്പം ഭഗവാന്റെ കഥയിൽ ഇത്ര കണ്ട് ശ്രദ്ധ വന്നപ്പോൾ ആരായി? രാജഋഷി സത്തമ. പ്രമോഷൻ. പരീക്ഷത്ത് അങ്ങനെ ഉയർന്നു വരികയാണ്. സമ്യക് വ്യവസിത ബുദ്ധി തവ രാജഋഷി സത്തമ വാസുദേവ കഥായാന്തേ യജ്ജാതാ നൈഷ്ഠികീരതി. ഇങ്ങനെയൊരു ശ്രദ്ധ നമുക്കൊന്നും ഇങ്ങനെയൊരു ശ്രദ്ധ ഇല്ല. നമ്മളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യും, ചോദിച്ചാൽ ഒന്നും അറിയൊന്നുമില്ല. എന്താ ഇപ്പോൾ അവിടെ കേട്ടു, എന്താ അങ്ങനെയാണോ? ഒന്നും പറയാനൊന്നും പറ്റിക്കോളുന്നില്ല. ഇതങ്ങനെയല്ല. നൈഷ്ഠികീരതി, നല്ല നിഷ്ഠ, നല്ല ശ്രദ്ധ. ഭഗവാന്റെ കഥയിൽ നന്നായി അങ്ങയുടെ ആ ഒരു മനസ്സ്, അങ്ങയുടെ ബുദ്ധി നേരാവണ്ണാണ് സഞ്ചരിക്കുന്നത്. ഞാൻ കഥ പറയാം. പണ്ട് ഭൂമിക്ക് ഭാരം സഹിക്ക വയ്യാതെയായി. ഭൂമി ദൃപ്ത നൃപവ്യാജ ദൈത്യാനീകശതായുധൈ. ഭൂമിക്ക് എപ്പോഴാണ് ഭാരം സഹിക്ക വയ്യാതെയാവുക? ജനങ്ങളങ്ങോട്ട് കൂടിയാൽ. അല്ല, പോപ്പുലേഷൻ കൂടിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ നാമം ജപിക്കാത്തവർ കൂടുമ്പം ഭൂമിക്ക് ഭാരം. ഭാഗവതം കേൾക്കാത്തവർ വർദ്ധിച്ചാൽ അത് ഭൂമിക്ക് ഭാരമാണ്. സംസ്കാരമില്ലാത്തവർ കൂടിയാൽ, അധർമ്മികൾ വർദ്ധിച്ചാൽ അത് ആർക്കും ഭാരം, ഭൂമിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർ അങ്ങോട്ട് വർദ്ധിച്ചു, ഭൂമിക്ക് ഭാരം വർദ്ധിച്ചു. ഭൂമി ഗൗരവം സ്വീകരിച്ചു. ദേവന്മാരും ഭൂമിയുടെ പിന്നാലെ പോയി. അങ്ങനെ ബ്രഹ്മദേവൻ്റെ അടുത്തെത്തി. ബ്രഹ്മദേവൻ അവരെയൊക്കെ കൂട്ടി പാലാഴി ചെന്നു കേമായിട്ട് ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ അവിടുന്ന് അശരീരി ഉണ്ടായി. അധികം വൈകാതെ ഞാൻ അവതരിക്കും. ഇതുവരെയുള്ള അവതാരം പോലെയല്ല. ഇതുവരെയുള്ള അവതാരങ്ങളൊക്കെ വന്നു പോണതാണ്. വന്നുപോയി. വരാഹായിട്ട് വന്നു, എന്നിട്ട് ഇങ്ങനെ അവിടെ ഇരുന്നു. ഇല്ല, കുറച്ച് കഴിഞ്ഞു തിരിച്ചു പോയി. വാമനായിട്ട് വന്നിട്ടോ, വാമനായിട്ട് വന്നു. അങ്ങനെ മഹാബലി അനുഗ്രഹിച്ചു, തിരിച്ചു പോയില്ലേ, അവിടെ ഇരുന്നു. വാമനൻ്റെ കല്യാണം കഴിഞ്ഞു, കുട്ടളൊക്കെ ആയിട്ട് അങ്ങനെ ഷഷ്ടിപൂർത്തി, വാമനമൂർത്തിയുടെ. അതൊന്നുമില്ല. വാമനായിട്ട് വന്നു, പോയി. മത്സ്യമായിട്ട് വന്നു, സത്യവ്രതനെ അനുഗ്രഹിച്ചു, പിന്നെ ഇവിടെ ഇരുന്നില്ല, പോയി. നരസിംഹമായിട്ട് വന്നു, പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു. എന്നിട്ടോ വേഗം പോണേ പറഞ്ഞ് ദേവന്മാരൊക്കെ അങ്ങനെ പറഞ്ഞയക്കിയിരുന്നു. ഈ അവതാരം അങ്ങനെയല്ല. 125 വർഷം ഭൂമിയിലുണ്ടാവും. അതുകൊണ്ട് എനിക്ക് കൈങ്കര്യം ചെയ്യണമെന്ന് മോഹിക്കുന്നവരുണ്ടെങ്കിൽ ഭൂമിയിൽ അവതരിക്കാം. യാദവന്മാരായിട്ട് അവതരിക്കാം, ഗോപികളായിട്ട് വരാം, പുല്ലായിട്ട് വരാം, പശുക്കുട്ടളായിട്ട് വരാം, ഗോപന്മാരായിട്ട് വരാം. ഈ ഒരു അവസരം നരസിംഹാവതാരത്തിൽ കൊടുത്തിട്ടില്ല. കൊടുത്താൽ അവർ വരില്ല, അത് വേറെ വിഷയം. നരസിംഹമായിട്ട് ഞാൻ അവതരിക്കുന്നുണ്ട്, വേണമെങ്കിൽ അവിടെ കുറച്ച് തൂണുകളായിട്ട് വരാം എന്ന് പറഞ്ഞാൽ ആരും വരുന്നില്ല. പക്ഷെ കൃഷ്ണനാവുമ്പം വേണമെന്ന് ആഗ്രഹം പലർക്കും ഉണ്ട്. അത് മനസ്സിലാക്കിയ ഭഗവാൻ അവരുടെയൊക്കെ ആഗ്രഹം സാധിപ്പിക്കാനായിട്ട് ആയിക്കോട്ടെ, നിങ്ങൾ ഭൂമിയിൽ അവതരിച്ചോളൂ, മധുരയിലോ വൃന്ദാവനത്തിലോ എവിടെയാണെന്ന് വെച്ചാൽ അവതരിക്കാം എന്നവരോട് പറയുന്നു. ദേവന്മാരൊക്കെ തിരിച്ചുപോയി. പിന്നെ നേരെ ക്യാമറ മധുരയിൽ കല്യാണം നടക്കുക. ഉത്തര മധുര. അവിടെ കംസൻ്റെ അനിയത്തി ദേവകിയുടെ വിവാഹം വളരെ ഭംഗിയിൽ നടക്കുന്നു. ഗജാനം ഹേമമാലിനാം. ആനയ്ക്ക് പോലും സ്വർണത്തിൻ്റെ ചങ്ങല എന്ന് പറഞ്ഞാൽ ബാക്കി ഊഹിക്കാം. ദേവകി എങ്ങനെ ഇരിക്കും? ദേവകി അങ്ങനെ സ്വർണത്തിൽ കുളിച്ച് നടക്കുകയാണ്. വളരെ കേമായിട്ടാണ് കല്യാണം നടത്തുന്നത്. ആരാ? വലിയേട്ടൻ കംസനാണ്. ഉത്സാഹമൊക്കെ കംസനാണ്. ആരാ? വരൻ നമ്മുടെ ശൂരരാജാവിൻ്റെ മകൻ ശൗരി. അയാൾക്ക് വേറൊരു പേരുണ്ട്, ആനക ദുന്ദുഭി. ഇദ്ദേഹം ജനിക്കുന്ന സമയത്ത് ആകാശത്ത് ദുന്ദുഭിനാഥം ഉണ്ടായി. എന്താ അങ്ങനെ ഉണ്ടാവാൻ കാരണം? ഭഗവാന്റെ അച്ഛൻ എന്ന പദവി അലങ്കരിക്കാൻ പോകുന്ന ആൾ ജനിക്കുമ്പോൾ നമ്മൾ ജനിക്കുന്ന പോലെ ജനിച്ചാൽ മതിയോ? എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത വേണ്ടേ എന്ന് കരുതി പ്രകൃതി തന്നെ ദുന്ദുഭിനാഥം മുഴക്കിയതാണ്. വസുദേവരാണ് വരൻ. വധു ദേവകി. വളരെ ഭംഗിയിലാ കല്യാണമൊക്കെ അങ്ങനെ കഴിഞ്ഞു. ഇടയ്ക്ക് വെച്ച് പലരും ചോദിക്കുന്നുണ്ട്, എന്തേ ഇപ്പം കംസേട്ടൻ കൊടുത്തത് കല്യാണത്തിന്? നമ്മളതല്ലേ ചിന്തിക്കുക. ബാക്കിയൊന്നും അറിയണ്ട. എന്തേ കൊടുത്തു എന്നുള്ള ചില വല്യമ്മമാർക്കൊക്കെ അറിഞ്ഞ് പെട്ടി പൊട്ടിച്ച് അവർ പോവുള്ളൂ. ആ കണ്ടേ പോവുള്ളൂ. അങ്ങനെയുണ്ട്. അപ്പം ഇങ്ങനെ പലരും ചോദിക്കുന്നുണ്ട് ദേവകിയുടെ അടുത്ത് വന്നിട്ട്, എന്തേ കംസേട്ടൻ തോന്നുന്നു കല്യാണമായിട്ട് താലിയാണോ വളയാണോ എന്താണെന്ന് ചോദിക്കുകയാണ്. കംസൻ്റെ ചെവിയിലും എത്തി. കംസൻ ഇപ്പോഴാണ് അതിനെപ്പറ്റി ആലോചിച്ചത്. കാരണം താനാണ് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തതും ഇതൊക്കെ നന്നായി നടത്തുന്നത് താനാണ്. പക്ഷേ കാണാൻ പാകത്തിനൊന്ന് കൊടുക്കണം എന്നുള്ളത് ഇപ്പോഴാണ്. അത് വേണ്ട, ജനങ്ങളതല്ലേ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് പല ദിക്കിലും കൊടുക്കുക, കാസറോളാണ് കൊടുക്കുക. ഇപ്പോൾ മാറിയതുകൊണ്ടല്ലേ. ശരി, പണ്ടങ്ങനെയുള്ളൂ. പണ്ടങ്ങനെ കാസറോൾ ഒരു വീട്ടിൽ കൂടുതൽ കഴിയുമ്പോഴേക്കും 100-110 കാസറോൾ ഉണ്ടാവും. അതാകുമ്പോൾ കാണാനുണ്ടാനും ഒരു പെട്ടി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ കല്യാണത്തിന് പിന്നെ അത് കൊടുക്കാൻ വയ്യ, എന്തെങ്കിലും കാസറോൾ വയ്യ. അപ്പോൾ അതുകൊണ്ട് കംസനും ആലോചിച്ച് എന്ത് ചെയ്യും. പെട്ടെന്ന് കംസനൊരു ബുദ്ധി തോന്നി. തൻ്റെ ഇഷ്ടത്തിന് വാങ്ങിയൊരു വണ്ടിയുണ്ട്, BMW, ഒരു സ്വർണ്ണരഥം. തനിക്ക് വേണ്ടി വാങ്ങിയതാണ്. പക്ഷേ കംസൻ ഇപ്പം വിചാരിച്ചു, ഇനിയിപ്പോൾ ഉള്ള വോട്ട് കുറയണ്ട. താൻ ഇപ്പം തന്ത്രപൂർവ്വം പെരുമാറിയാൽ തനിക്ക് ഇപ്പോഴുള്ള ജനങ്ങളുടെ ആ ഇഷ്ടം ഉണ്ടാവും. തനിക്ക് വേണ്ടി വാങ്ങിയ വണ്ടി ഇപ്പം എന്ത് ചെയ്യാം, ഇവൾക്ക് സ്ത്രീധനമായിട്ട് അങ്ങോട്ട് കൊടുത്താലോ? മൈക്കം കണ്ടെടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ വാഹനം ആർക്ക് വേണ്ടി വാങ്ങിയതാ? അവർ ചോദിച്ചു, ആർക്ക് വേണ്ടി വാങ്ങിയതാ? ഇവൾക്ക് സ്ത്രീധനം കൊടുക്കാൻ. ഇത് ദേവകിയുടെയാണ്. ഏട്ടൻ്റെ വക എന്ന് പറഞ്ഞാൽ ആർക്ക് കൊടുത്തു?
അപ്പോഴേക്ക് ജനങ്ങളൊക്കെ പറഞ്ഞു ഏട്ടൻ്റെ സ്നേഹം കണ്ടില്ല, ഇങ്ങനെ വേണം ഏട്ടനായാൽ, അനിയത്തിയോടുള്ള സ്നേഹം നോക്കൂ. അങ്ങനെ ആ വാഹനം കൊടുത്തു. അത് ഓടിക്കാൻ ഏതെങ്കിലും അടകോടനായാൽ പറ്റില്ല കരുതി കംസൻ തന്നെ ഡ്രൈവറുടെ സീറ്റിൽ. ഇവിടെ മീശ വിരിച്ചു ചമ്മട്ടിയും കടിഞ്ഞാണൊക്കെ കൈപിടിച്ച് ചുറ്റും നോക്കുകയാണ്. എൻ്റെ വിനയം എല്ലാവരും കാണുന്നില്ലേ? എൻ്റെ വിനയം എല്ലാവരും എത്ര നേരം അഭിനയിക്കാൻ പറ്റും? ഇത് കണക്കില്ലേ? അത് പ്രകൃതി കാണിച്ചതാണ്. ഇത് പ്രകൃതിക്ക് തന്നെ തോന്നി എന്തൊരു നാട്യ ഇയാൾക്ക്, ഇയാളുടെ ശരിക്കുള്ള സ്വഭാവം കാണിച്ചു കൊടുക്കണം എന്ന് കരുതിയിട്ടാണ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അശരീരി ഉണ്ടായി. ഇയാളുടെ തനി നിറം. നമുക്ക് എത്ര നേരം അഭിനയിക്കാൻ പറ്റും? എനിക്കൊക്കെ ഒരു 7 ദിവസം പറ്റും. അപ്പോൾ 12-ാം അധ്യായം വായിക്കണ പറഞ്ഞാൽ അങ്ങനെ അഭിനയിച്ചിരിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം കാണിച്ചാൽ 6:45 വരെ, ഒരു 7 മണി, അതാ പറഞ്ഞ 6:45 നിർത്തുന്നു. ഇത് കഴിഞ്ഞാൽ പിന്നെ അഭിനയിക്കാൻ പറ്റില്ല. ഒരു കണക്കുണ്ട്. ഒരു കണക്ക് കഴിഞ്ഞാൽ ശരിക്കുള്ള ഭാവം പുറത്തേക്ക് വരും. ഇവിടെ ഏതായാലും ആ ചമ്മട്ടിയും കടിഞ്ഞാണൊക്കെ വാങ്ങി ഇദ്ദേഹം ഇരുന്നു. തേരോടിച്ച് പോകുന്ന സമയത്ത് തമാശയൊക്കെ പറയുന്നുണ്ട്, വസുദേവരെ പേടിക്കൊന്നും വേണ്ട, എൻ്റെ അനിയത്തിയാണ്. ആൾ പറഞ്ഞ അതാണ് പേടി, ബാക്കി പേടിയൊന്നും എനിക്കില്ല, എനിക്ക് ആ പേടി മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ജംഗ്ഷനെത്തി, 4 കവല. അവിടുന്ന് ഒരു അശരീരി ഉണ്ടായി. അസ്യാസ്ത്വാമഷ്ടമോ ഗർഭ ഹന്തായാം വഹസയ അബുധ, അല്ലയോ അബുധ, ബുദ്ധിയില്ലാത്തവനെ. ലക്ഷക്കണക്കിന് ആളുകൾ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരാരും തിരിഞ്ഞു നോക്കിയില്ല. കംസൻ തിരിഞ്ഞു നോക്കി. കംസൻ ഉറപ്പാണ് ഇവിടെ ഞാൻ തന്നെയുള്ളൂ, ഇപ്പം എന്ത് വേറെ വീട്ടിലൊന്നുമില്ല, ഞാൻ തന്നെയുള്ളൂ ഉറപ്പ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് ബാക്കി അങ്ങ് ആരെയാണോ വഹിച്ചു കൊണ്ടുപോകുന്നത് അവരുടെ 8ാമത്തെ ഗർഭം തൻ്റെ അന്തകനാവും. ആണോ പെണ്ണോ പറഞ്ഞിട്ടില്ല, ഗർഭം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ആരെങ്കിലും അവിടുന്ന് അനൗൺസ് ചെയ്തതാണോ? എന്തെങ്കിലും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഏടോഴിന്നൊക്കെ വെറുതെ വിളിച്ച് പറയുക, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം. ഇതൊന്നും അന്വേഷിച്ചില്ല. അതാണ് കംസൻ്റെ പ്രശ്നം. ഇതൊന്നും അന്വേഷിച്ചില്ല. ആ പറഞ്ഞത് പോലെ സത്യമുണ്ടോ, വെറുതെ വിളിച്ച് പറയുകയാണോ എന്നൊന്നും അന്വേഷിക്കാതെ തൻ്റെ മരണം അങ്ങോട്ട് കേട്ടപ്പോഴേക്കും അനിയത്തിയോടുള്ള സ്നേഹമൊക്കെ പോയി. പിന്നെ സ്നേഹമാണോ? അപ്പോഴേക്കും ആ ചമ്മട്ടിയും കടിഞ്ഞാണും വലിച്ചെറിഞ്ഞു. ഖഡ്ഗപാണി കജേ ഗ്രഹീത്, ആരിൽ നിന്ന് വാളങ്ങോട്ട് ഊരി നേരെ ദേവകിയുടെ മുടിക്കങ്ങോട്ട് പിടിച്ച് കഴുത്തിൽ വാളങ്ങോട്ട് വെച്ചു. വെട്ടാനായിട്ട് പുറപ്പെട്ടു. വസുദേവർ ഇത് കണ്ടു നിൽക്കുകയാണ്. എന്ത് ചെയ്യും? നമ്മളാച്ചാൽ എന്താ ചെയ്യുക? കുഴപ്പമില്ല, 10 മിനിറ്റല്ലേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്, കുഴപ്പമില്ല. വസുദേവർക്ക് അത് പറ്റുമോ? കൈ പിടിച്ച് സഹധർമ്മശ്ചര്യതാം, ഇനി ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് കൈ പിടിച്ചിട്ട് ഇപ്പം തൻ്റെ അളിയൻ തൻ്റെ ഭാര്യയെ കൊല്ലാൻ നോക്കുന്ന സമയത്ത് അദ്ദേഹം കാൽക്കലം കൊണ്ട് വീണു. ആരുടെ? കംസൻ്റെ കാലിൽ വീഴുക പറഞ്ഞ കാര്യം കാണാൻ കഴുതക്കാലിലും വീഴാലോ. ഇതിപ്പോൾ എന്താ ചെയ്യുക? അവളെ എങ്ങനെ രക്ഷിക്കണം? തൻ്റെ ധർമ്മമാണത്. അതിനു വേണ്ടി ഏതറ്റം വരെ പോവാം എന്ന് കരുതി അദ്ദേഹം കാൽക്കൽ വീണു. ശ്ലാഘനീയ ഗുണശൂരൈഹി ഭവാൻ ഭോജ യശസ്കര, എല്ലാ ഗുണങ്ങളും തികഞ്ഞവനല്ലേ രാജാവേ അങ്ങ്? ആരോടെ പറയണത്? കംസൻ എന്ത് ഗുണമാണത്? ദോഷം മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞു? കളവൊക്കെ പറഞ്ഞു നോക്കുകയാണ്. എന്തെങ്കിലും നേരെയായല്ലോ, തൻ്റെ പത്നിയെ വെറുതെ വിട്ടാലായല്ലോ കരുതി പറയണം. ഭവാൻ ഭോജ യശസ്കര, ഭോജവംശത്തിന് സൽപ്പേരുണ്ടാക്കിയവനല്ലേ അങ്ങ്? ഇയാളെ കൊണ്ട് ചീത്തപ്പേര് മാത്രമേ ഉണ്ടായുള്ളൂ. എന്നിട്ടും എന്തിനാ ഇങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞാൽ വിടുകയാണെങ്കിൽ വിട്ടോട്ടെ എന്ന് കരുതി പലതും പറഞ്ഞു നോക്കിയെങ്കിലും കംസൻ മാറുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? തൻ്റെ പ്രയത്നമൊക്കെ നിർത്തി. നമ്മളും ഇങ്ങനെയാണ്, കുറേയൊക്കെ ആദ്യം പ്രയത്നിക്കും, പിന്നെ കുറച്ചും കണ്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് വരും. വരുമ്പറപ്പാ കുറേ നോക്കി. ഇതുപോലെ വസുദേവരും കുറേ നോക്കി. അവസാനം വസുദേവർ വിഭാഗത്തിരുന്നു. അപ്പോഴാണ് ഉള്ളിലൊരു കുളിർമ. വസുദേവരോട് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, അങ്ങ് ആ ശരീരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, എന്തിനപ്പോൾ അത്ര വിഷമിക്കണത്? ദേവകി ഇപ്പം മരിക്കില്ല. എന്താ കാരണം? അശരീരി സത്യമാണെങ്കിൽ ആ അശരീരിയിൽ ഒരു സത്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ദേവകി ഇപ്പം മരിക്കില്ല. കാരണം ദേവകിയുടെ 8ാമത്തെ ഗർഭമാണ് അന്തകനെങ്കിൽ ഇപ്പം മരിക്കാൻ പാടുമോ? എന്താണോ ഭഗവാൻ കണക്കാക്കിയത് അത് നടക്കട്ടെ എന്നാലും കണക്കാക്കി വസുദേവർ. ഇതന്നെ നമുക്കും പറ്റുള്ളൂ. എന്താ ഇപ്പോൾ കണക്കാക്കിയിട്ട് നടക്കട്ടെ, അല്ലാതെ അപ്പം നമ്മൾ പരിഭ്രമിച്ചുകൊണ്ടത് മാറുമൊന്നുമില്ല. വേണ്ടത് ചെയ്യുക എന്ന് കരുതി ആസ്പത്രി പോകണ്ടാവുന്നല്ലേ. രോഗം വന്നാൽ എന്താ വെച്ചാൽ അങ്ങനെയല്ല. രോഗം വന്നാൽ നല്ലൊരു ഡോക്ടറെ കാണിക്കുക, ഒക്കെ ചെയ്യുക, വേണ്ടതൊക്കെ ചെയ്യുക. എന്നാലും മാറണ വെച്ചാൽ തന്നെ മാറുള്ളൂ. അത് ഭഗവാൻ കണക്കാക്കിയാൽ മാറും, ഇല്ലേ മാറില്ല. അപ്പം വേണ്ട പരിഹാരമൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. പിന്നെ വരുന്നത് എന്താ വെച്ചാൽ അത് പ്രസാദമായിട്ട് അങ്ങോട്ട് അനുഭവിക്കുക, ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും. അദ്ദേഹത്തിന് ഉള്ളിൽ തോന്നി, അല്ല ദേവകി കൊല്ലില്ലല്ലോ, അത് പറഞ്ഞു നോക്കിയാലോ. കംസനോട് പറഞ്ഞു, കംസ രാജാവേ, അവൾ കൊല്ലുന്നല്ലോ പറഞ്ഞത്, ഉണ്ടാവുന്ന 8ാമത്തെ കുട്ടി കൊല്ലുന്നല്ലേ, 8ാമനാക്കണ്ട, ഉണ്ടാവുന്ന കുട്ടികളെ മുഴുവൻ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കാം, ഇവളെ വെറുതെ വിട്ടുകൂടെ? അത് കേട്ടപ്പോൾ കംസന് തോന്നി, എന്നാൽ പിന്നെ അനിയത്തിയെ കൊന്നുള്ള ചീത്തപ്പേരില്ലേ? ശരിയായി പറഞ്ഞത് ചെയ്യുകയാണെങ്കിൽ അനിയത്തിയെ കൊന്നുള്ള ചീത്തപ്പേരുണ്ടാവില്ല. മാത്രമല്ല 8ാമത്തെ കുട്ടിയെ കൊന്നാൽ ആരും വലിയ കുറ്റം പറയില്ല, കാരണം ഈ അശരീരി എല്ലാവരും കേട്ടതല്ലേ. അത് പിന്നെ ആരായാലും നമുക്ക് പ്രാണന് ബാധിക്കുന്നു കണ്ടാൽ അങ്ങോട്ട് നമ്മൾ ഉപദ്രവിക്കില്ലേ. അതുകൊണ്ട് എന്നാൽ അങ്ങനെ ചെയ്യാം എന്ന് കരുതി ശരിയെന്ന് പറഞ്ഞാൽ അവരെ ആ തേരിൽ നിന്ന് ഇറക്കി വിട്ടു. തേര് കൊടുത്തില്ലേ, അവർ ഓട്ടർഷ ഒഴിച്ച് പോകണ്ടായത്.
ആ സ്വർണ്ണരഥം കൊടുത്തു എന്ന് വിചാരിക്കേണ്ട. അതവിടെ നിന്ന് ഇറക്കി വിട്ടു. കല്യാണം കഴിഞ്ഞാൽ സാധാരണ ഗൃഹപ്രവേശമാണ് ഉണ്ടാവുക. എങ്കിൽ ഇവിടെ ഉണ്ടായത് കാരാ ഗൃഹപ്രവേശം. കൊണ്ടുപോയി ജയിലിലിട്ടു. ദേവകി ഗർഭിണിയായി. കൃഷ്ണൻ്റെ വല്യേട്ടൻ മരിക്കേണ്ടായത് പാവം. കീർത്തിമാൻ എന്നൊക്കെ പേരിട്ടു ലാളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ. ചേട്ടൊക്കെ വലിയ കാര്യമായിട്ട് പറയാറുണ്ട്, എനിക്ക് ദേവകിയെ പോലെ ആവണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ അടുത്തൊന്ന് പറയും, തിരുമേനി കൃഷ്ണനെപ്പോലൊരു ഉണ്ണി. 6 ഉണ്ണികൾ ആദ്യത്തതും മരിക്കും, തയ്യാറാണോ? അതില്ല, അവർ മിണ്ടാണ്ടിരിക്കുക. ദേവകി യശോദയൊക്കെ അവിടെ ഇരിക്കട്ടെ, അവരെ കാണുമ്പോൾ തൊഴുന്നല്ലാതെ ഇത് തയ്യാറാണോ? കാരാഗൃഹത്തിലിരിക്കാൻ തയ്യാറാണോ? സഹോദരൻ തന്നെ മകനെ കൊല്ലുന്നത് ഇഷ്ടാവുമോ? ഒക്കെ സമ്മതിക്കുമോ? അങ്ങനെ നമുക്ക് ആലോചിക്കാം. ത്യാഗം കൊണ്ട് മാത്രമേ ഈശ്വരനെ കിട്ടുള്ളൂ. ചുടുവിലൂടെ കിട്ടുന്ന വിദ്യ നല്ലത്, അത് മനസ്സിലാക്കണം. അത് കാണിക്കുന്നു ഇവിടെ. ആദ്യത്തെ ഉണ്ണി ലാളിച്ചുകൊണ്ടിരിക്കുന്നു. വസുദേവർ വന്നു, പിടിച്ചു വാങ്ങുന്നു. മതി അധികം ലാളിച്ച സ്നേഹം കൂടും. ഞാനാണ് വാക്ക് പറഞ്ഞത്, ഞാനങ്ങനെ വാക്ക് പറഞ്ഞുകൊണ്ടാണ് നീ ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അപ്പം മരിക്കേണ്ടതാ എന്ന് പറഞ്ഞത്. ആ ഉണ്ണിയെ വാങ്ങി കൊണ്ടുപോവുകയാണ്. പോണ വഴിക്ക് പല മുത്തശ്ശിമാരും ഈ ഉണ്ണിയെ കണ്ടുവന്നു. ഉണ്ണിക്ക് അമ്മാത്ത സമ്പ്രദായ കംസൻ്റെ ചായ എന്താ മീശുണ്ടോ? അതല്ല, എന്നാലും ഇങ്ങനെ കണ്ടാൽ അങ്ങനെ തോന്നുമല്ലോ. മുത്തശ്ശിമാരൊക്കെ അഭിപ്രായം പറയുന്നു. കംസനും എണീറ്റു. വസുദേവർ തൻ്റെ ആ മരുമകനെയും കൊണ്ടുവരുന്നത് കംസൻ കണ്ടു. ഈ മുത്തശ്ശിമാരുടെ അഭിപ്രായമൊക്കെ കംസനും കേട്ടു. നോക്കിയ സമയത്ത് കംസൻ തോന്നി തൻ്റെ ഒരു ചായ ഉണ്ടോ സംശയം, അനിയത്തിയുടെ മകനല്ലേ എന്ന് മാത്രമല്ല, ആ ഉണ്ണി തന്നെ നോക്കിയിട്ട് ഇങ്ങനെ അമ്മാവൊന്നുമല്ല, അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നി ഇപ്പം അതാണോ വിളിക്കുന്നത്. കംസന് പോലും ആ കുട്ടിയെ കണ്ടപ്പം ഒരു സ്നേഹം. ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇടയ്ക്ക് ദുർജനങ്ങൾക്കും നല്ല സ്വഭാവം കാണാറുണ്ട്, അപൂർവമായിട്ട്. തിരിച്ചും പതിവുണ്ട്. നല്ല സ്വഭാവമുള്ള ആൾ ഇടയ്ക്കൊക്കെ അപകടം കാണിക്കാറുണ്ട് ഇല്ലേ? അതുപോലെ എന്തോ ആണെന്ന് കൂട്ടിയാൽ മതി, അല്ലാതെ കംസൻ നേരെയെന്ന് വിചാരിക്കരുത് എന്നർത്ഥം. ആ ഉണ്ണിയെ അങ്ങോട്ട് വാരിയെടുത്തു, ഉമ്മ വെച്ചു, തൻ്റെ ഒരു മോതിരം അഴിച്ചങ്ങോട്ട് കൊടുത്തു. പ്രതിയാതു കുമാരോയം. വസുദേവരെ, ഈ ഉണ്ണി എനിക്കൊരു പേടിയില്ല, ഇതെൻ്റെ മരുമകനല്ലേ, കൊണ്ടുപോയിക്കോളൂ. ഇനിയിപ്പം ഉണ്ടാവണ ഉണ്ണിയെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരാൻ നിൽക്കണ്ട. 6 ഉണ്ണികളെയും 7 ഉണ്ണികളെയും വളർത്തിക്കോളും. എനിക്ക് 8ാമനെ കിട്ടിയാൽ മതി. 8ാമനെ എനിക്ക് പേടിയുള്ളൂ, അവനെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞയക്കുന്നു. വസുദേവർ ആ ഉണ്ണിയും കൊണ്ട് തിരിച്ചു പോകുന്നു. വസുദേവർക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. കാരണം കംസൻ്റെ സ്വഭാവം നമ്മളെക്കാൾ ആർക്കറിയാം? വസുദേവർക്കറിയാം. ഇയാളുടെ സ്വഭാവം എപ്പോഴാണ് മാറുക പറയാൻ പറ്റില്ല, പ്രത്യേക സ്വഭാവമാണ്. അങ്ങനെ ദേവകി 6 ഉണ്ണികളെ പ്രസവിച്ചു. അപ്പോഴേക്കും നാരദ മഹർഷി അവിടേക്ക് എത്തി. മഹർഷി എത്തി. ഭഗവാന്റെ സങ്കല്പം ഈ കുട്ടികളുടെയൊക്കെ പ്രാരബ്ധം കംസൻ്റെ കൈകൊണ്ട് മരിക്കാനാണ്. ഓരോരുത്തരുടെ പ്രാരബ്ധം നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നും മാറ്റാൻ സാധിക്കില്ല. പിന്നെ എന്താ വെച്ചാൽ വിഷമമില്ലാണ്ട് നോക്കുക, അത്രയേ പറ്റുള്ളൂ. അപ്പം മഴ പെയ്യണത് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല, പിന്നെ നമുക്കത് അനുകൂലമായിട്ട് എടുക്കുക, അല്ലാതെ എന്താ ചെയ്യുക? അത് വിഷമമില്ലാണ്ട് നോക്കുക, അത്രയേ പറ്റുള്ളൂ. ഏത് വിഷയം അങ്ങനെയാണ്. ഈ ശരീരം അതിപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയാണ് മാറ്റാൻ പറ്റുമോ? ഇല്ല. അത് പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ കൊണ്ട് നടക്കുക, എവിടെയെങ്കിലും ഒരിക്കലും ഉപേക്ഷിച്ചങ്ങോട്ട് പോവുക, സമയമായാലല്ലാതെ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇവരുടെ പ്രാരബ്ധം കംസൻ്റെ കൈകൊണ്ട് മരിക്കുക എന്നുള്ളത് മനസ്സിലാക്കി നാരദ മഹർഷി എത്തി ആ കംസനോട് കാര്യം പറയണം. അങ്ങപ്പം ആ ഉണ്ണിയെ തിരിച്ചു കൊടുത്തൂലേ? അങ്ങ് അശരീരി കേട്ടതല്ലേ 8ാമത്തെ ഉണ്ണി കൊല്ലുന്നു. നാരദരെ 8ാമത്തെ ഉണ്ണിയല്ലേ കൊല്ലുക? ഇതിപ്പോൾ 1ാമത്തെ അല്ലേ? നല്ല കഥ. ഇതിലിപ്പോൾ ഏതാ 8ാമത്തെ ചരാത് എന്ന് പറയും. നെയ്വിളക്കിൽ 8ാമത്തത് ഏതാ? 8ാമത്തെ നെയ്വിളക്ക് എടുക്കൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എടുക്കുക? അവിടെ നിന്ന് ഇങ്ങോട്ടാണെച്ചാലും ഇവിടെ നിന്ന് അങ്ങോട്ടാണെച്ചാലും മാറില്ലേ? 5 വിരൽ, ഇത് 5ാമത്തെ വിരലെന്ന് പറയും. അത് തള്ളവിരലെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടെണ്ണും. അപ്പോൾ നിങ്ങൾ നേരത്തെ 1 പറഞ്ഞതാവും 5. 10 പേര് വട്ടത്തിലിരുന്നാൽ ആരാ 8ാമൻ? 10 കലം കമഴ്ത്തി വെച്ചു. ചിലപ്പോൾ 8ാമത്തെ വാതിരിക്കുക. അപ്പോൾ ആദ്യം വന്ന കുട്ടി ചിലപ്പം, അല്ലെങ്കിൽ അങ്ങ് കണക്കിൽ മോശം പുറമെ പറയേണ്ട വേറെ വിഷയം. അതുകൊണ്ട് രാജാവെ ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞാൽ ആര് പോയി? നാരദൻ അങ്ങോട്ട് പോയി. അതോടുകൂടി കംസൻ എപ്രാളപ്പെട്ട് അവിടെ 6 ഉണ്ണികളെയും പിടിച്ചു വാങ്ങി കൊന്നു. ഇതിനെതിരെ നിന്നു അച്ഛൻ. കംസൻ്റെ അച്ഛനാണ് ഉഗ്രസേന. 2 അടി അച്ഛനും കൊടുത്തു. ഇനി വർത്തമാനം പറഞ്ഞാൽ ഇതുപോലെ ഞാൻ അടിച്ചു കൊല്ലുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അദ്ദേഹം തന്നെ വേഗം ജയിലിൽ പോയി ഓടാൻ പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. അവിടെ ഒന്നുകൂടി സൗകര്യമാണ്. ഇപ്പം 500 റുപ്യ അധികമാക്കിയെന്ന് പറഞ്ഞു കേട്ടു. നല്ല പലഹാരം കിട്ടും. പുറത്തത്രല്ല, അവിടെ വെച്ചാൽ നല്ല ചാപ്പാട്. അധികം ജയിലിൽ പോയവർ തിരിച്ചു വരുന്നത് നമ്മൾ സിനിമാ നടന്മാരാണ് വിചാരിക്കുക ആദ്യം. പിന്നെയും മനസ്സിലല്ല, അത് മറ്റേ കാരണം അത്രയ്ക്കും സുന്ദരന്മാരായിട്ടാണ്. ഒന്നുകൂടി സൗകര്യം അതാന്ന് തോന്നി. അദ്ദേഹം എന്തായാലും മകൻ്റെ കൈകൊണ്ട് ചാവണ്ട എന്ന് കരുതി ജയിലിലിരിക്കുകയാണ്. കുറേ പേര് അങ്ങനെ ഈ കംസൻ്റെ സ്വഭാവം കാരണം നാട് വിട്ടുപോയി. ആ കൂട്ടത്തിൽ വസുദേവരുടെ പത്നി രോഹിണിയും പോയിട്ടുണ്ട്. വസുദേവർ തന്നെ പറഞ്ഞതാണ്, തൻ്റെ കൂട്ടുകാരനായ നന്ദഗോപരുടെ അടുത്തേക്ക് പോയിക്കോളൂ, അവിടെ യശോദുണ്ട് കൂട്ടിന്, അവിടെ ഇരുന്നോളൂ, ഈ കംസൻ്റെ ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് തിരിച്ച് വരാം എന്ന് പറഞ്ഞയച്ചു. അങ്ങനെയാണ് രോഹിണി എവിടെ എത്തിയത്? നന്ദഗോപരുടെ വീട്ടിൽ. ഇപ്പോൾ നാളെ കഥ കേൾക്കുമ്പോൾ രോഹിണി എങ്ങനെ എവിടെ എത്തി വിചാരിക്കണ്ട, ഇപ്പോഴങ്ങനെ പോയി. അങ്ങനെയാണ് നന്ദഗോപരുടെ വീട്ടിൽ രോഹിണി എത്തി.
ഇപ്പം 6 ഉണ്ണികളെയും ആര് കൊന്നു? കംസൻ കൊന്നു. 7ാമത് ഗർഭം ധരിച്ചു ദേവകി. ഭഗവാന് തോന്നി ഇനി പുറപ്പെടാം. ഭഗവാന് നേരം കണ്ട് വരാൻ പറ്റില്ല, അതിനാര് വേണം? അതിന് മായയെ സ്വീകരിക്കും. നിർഗുണമായ പരബ്രഹ്മം സഗുണമാവുമ്പം ലേശം മായ ചേർത്തിട്ടാണ് വരും. തനി തങ്കം കൊണ്ട് പണ്ടുണ്ടാക്കാൻ പറ്റില്ല, അപ്പോൾ ലേശം ചെമ്പ് ചേർക്കും. ഇതുപോലെ ഭഗവാൻ ലേശം മായ ചേർത്തിട്ടാണ് വരിക. മായാ ഭഗവതിയെ അടുത്ത് വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഗച്ഛദേവി വ്രജം ഭദ്രേ, നീ ഒന്ന് ചെല്ലണം. എവിടെ വരെ? നേരെ ദേവകി ഇപ്പോൾ 7ാമത് ഗർഭം ധരിച്ചിട്ടുണ്ട്, അതാണ് ബലരാമൻ. ആ ബലരാമൻ അവിടുന്ന് പ്രസവിക്കേണ്ട. ആ 7ാമത്തെ ഗർഭത്തെ നീ അവിടുന്ന് എടുത്തിട്ട് വസുദേവയുടെ തന്നെ പത്നിയാണല്ലോ രോഹിണി. രോഹിണി ഇപ്പോൾ എവിടെയുള്ളത്? രോഹിണി എവിടെയുള്ളത്? അറിയാണ്ട് ചോദിച്ചു പോയത്. ആ രോഹിണി ഉള്ളത് നന്ദഗോപരുടെ വീട്ടിലാണ്. അപ്പോൾ നന്ദഗോപരുടെ വീട്ടിൽ ആ വസുദേവരുടെ പത്നി രോഹിണി ഉണ്ടല്ലോ. അപ്പോൾ ഈ 7ാമത്തെ ഗർഭം, ദേവകിയുടെ 7ാമത്തെ ഗർഭത്തെ അവിടുന്ന് എടുത്തിട്ട് രോഹിണിയുടെ ഗർഭത്തിലേക്ക് ആക്കുക. അതാണ് 2 പേരുടെയും മകനാണ് ആര്? ബലരാമൻ. കുറച്ചു കാലം ദേവകിയുടെ ഗർഭത്തിലുണ്ടായി, പിന്നെ കുറച്ചു കാലം രോഹിണിയുടെ ഗർഭത്തിലും ഉണ്ടായി. എന്നിട്ട് നീ പിന്നെ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട, അതിന് ഓട്ടോറിക്ഷ കാശാവില്ലേ? പിന്നെ ഞാനെന്താ വേണ്ടു? നീ ആ യശോദയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുക. യശോദയ്ക്ക് 40-45 വയസ്സായി, മക്കളൊന്നും ഇല്ലാണ്ട് വിഷമിക്കുകയാണ്. അങ്ങോട്ട് പ്രവേശിച്ചാൽ നിന്നെല്ലാവരും ആരാധിക്കും. ദുർഗേതി ഭദ്രകാളീതി വിജയ വൈഷ്ണവീതി ച കുമുദ ചണ്ഡിക കൃഷ്ണ മാധവി കന്യകേതി ച മായ നാരായണീ ഈശാനി, ഇങ്ങനെയൊക്കെ പേര് വിളിച്ച് അമ്പലം കെട്ടി പൂജിക്കും. ഭഗവതിക്ക് സന്തോഷമായി. ആ പറഞ്ഞതുപോലെ ചെയ്തു. 7ാമത്തെ ഗർഭത്തെ എടുത്തുകൊണ്ടുപോയി രോഹിണിയുടെ ഗർഭത്തിലാക്കി. ദേവി മെല്ലെ യശോദയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു. അതോടുകൂടി കൊട്ടാരത്തിലെല്ലാവരും പറയാൻ തുടങ്ങി, ദേവകിയുടെ 7ാമത്തെ ഗർഭം അലസിപ്പോയി. അലസിപ്പോയതല്ല, അത് രോഹിണിയുടെ ഗർഭത്തിലേക്ക് അങ്ങോട്ട് പോയതാണ്. കംസനും ഈ വാർത്ത കേട്ടു. കംസനാകെ പരിഭ്രമമായി. ഇനിയിപ്പോൾ അടുത്തത് 8ഓ 7ഓ, കാരണം അലസിപ്പോണ വിഷയം അശരീരി പറഞ്ഞിട്ടില്ല. അടുത്തത് 8ാമനെ ശ്രദ്ധിക്കണം. 8ാമനാണ് വലിയ പ്രശ്നക്കാരൻ. ആകെ കംസന് പ്രയാസം. ഒരിക്കൽ ദേവകി വസുദേവരങ്ങനെ നോക്കി. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി കണ്ണടച്ച് ധ്യാനിച്ച് സന്തോഷമായിട്ടിരിക്കുകയാണ് വസുദേവർ. ദേവകിക്ക് അത്ര സന്തോഷമില്ല, കാരണം 6 ഉണ്ണികൾ മരിച്ചു, 7ാമത്തൊന്ന് അലസ്യം പോയി. അമ്മ എങ്ങനെ സന്തോഷിക്കും? അച്ഛനും ദുഃഖിക്കേണ്ടതല്ലേ? ദുഃഖിക്കേണ്ടതല്ലേ ചോദിച്ചാൽ എന്താ പറയുക, ദുഃഖിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് ദുഃഖിക്കാത്തവരില്ലേ? ഇല്ലേ? എന്താ അഭിപ്രായം? ഇല്ല, നമ്മൾ നോക്കി നമുക്ക് തോന്നും ഇയാൾ ദുഃഖിക്കേണ്ടതല്ലേ, പക്ഷേ അയാൾക്കൊരു ദുഃഖം ഉണ്ടാവില്ല. ഒന്നെങ്കിൽ അയാൾക്ക് വട്ടമായിരിക്കും, അല്ലെങ്കിൽ ജ്ഞാനിയിരിക്കും. രണ്ടായാലും ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഭാഗവതമൊക്കെ വായിച്ചിട്ട് ആ മനസ്സിനെ അങ്ങോട്ട് അടക്കി ശീലിച്ചിട്ടുണ്ടാവും. നമ്മളാണ് ചില ആ സാഹചര്യത്തിൽ ദുഃഖിക്കേണ്ടതാട്ടോ, പക്ഷെ അയാൾക്ക് എന്തില്ല, അയാൾക്കൊന്നുമില്ല. എന്താ അയാൾ ഇങ്ങനെ അങ്ങനെ ഉണ്ടാവും. ഇതുപോലെ വസുദേവർ ദുഃഖിക്കാണ്ടിരിക്കുകയാണ്. ദേവകി വന്ന് ചോദിച്ചു, അങ്ങേക്ക് എന്തെങ്കിലും പറ്റിയോ? അതേപോലെ ഒന്നും പറ്റിയില്ല. കണ്ണങ്ങോട്ട് അടച്ചാൽ ഒരു നീലബാലൻ, ചുരുണ്ട കേശം, ഗോപിക്കുറി, തൻ്റെ താടി പിടിച്ച് കുഞ്ഞു കൈ കൊണ്ട് വലിച്ചിട്ട് പറയണം, അച്ഛാ ഞാനെത്തി. ഇനി ദുഃഖമില്ല. സർവഗുണോപേതകാല, എല്ലാ ഗുണങ്ങളോടും കൂടിയ കാലമാണ് വരുന്നത്. എന്നെ ആശ്രയിച്ച പിന്നെ ദുഃഖമില്ല. ഏതവസ്ഥയിലും സമാധാനമായിട്ടിരിക്കാൻ സാധിക്കും. എന്നെ തൊട്ടാൽ, എന്നെ ആശ്രയിച്ചാൽ എന്ന് പറഞ്ഞ് തന്നെ സമാധാനിപ്പിക്കുന്ന നീലബാലൻ്റെ ചിത്രം അത് പറഞ്ഞു കൊടുത്തു. അതങ്ങനെ ഒഴുകി ഒഴുകി ഭഗവാൻ ദേവകിയുടെ ചെവിയിലെത്തി, അങ്ങനെ പോയി 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 ഹൃദയത്തിലെത്തി. അങ്ങനെ ഗർഭം ധരിച്ചു. അങ്ങനെയൊക്കെ ഗർഭം ധരിക്കുമോ എന്ന് ചോദിച്ചാൽ, ഇന്നലെ തൂണ് പ്രസവിച്ചു പറഞ്ഞപ്പോൾ എല്ലാവരും വിശ്വസിച്ചല്ലോ. ഇപ്പോൾ ദേവകി പ്രസവിച്ചു എന്താണ്? എവിടെ ഭഗവാൻ ഇല്ലാത്തതെന്ന് കാണിച്ചൊരു എല്ലാദിക്കലും ഉണ്ട് എന്നാണ്. എല്ലാദിക്കലും ഉണ്ടെങ്കിലും ഭാഗവതം കയ്യിലെടുക്കുമ്പോൾ കുറച്ചധികം ഇങ്ങനെ തോന്നും ഇല്ലേ? എല്ലാദിക്കലും ഉണ്ട് വരെ എപ്പോഴും നമ്മൾ സമാധാനമായിട്ടിരിക്കുന്നുണ്ടോ? ഉണ്ടോ? എല്ലാദിക്കലും ഈശ്വരുണ്ട് അത് പറഞ്ഞിട്ട് പിന്നെ കാണണം, അയാളെ മുഖടക്കുന്നത് കാണണം. അപ്പോൾ നമ്മൾ തന്നെ ഉറപ്പിക്കേണ്ടി വരും എല്ലാദിക്കലും ഇല്ലേ എന്നുള്ളത്. അങ്ങനെയല്ല, അത് ഭാഗവതം തുറന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, അത് മടക്കി വെച്ചാൽ ഇയാളുടെ സ്വഭാവം മാറുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം ചില ദിക്കിൽ കുറച്ചധികം അങ്ങനെ തോന്നും. സർവഗുഹാശയ വിഷ്ണു, സർവഗുഹാശയനാണ് വിഷ്ണു, എങ്കിലും ദേവകിയുടെ അടുത്തൊന്ന് വേറെ എന്ന മട്ടിൽ കാണപ്പെട്ടു. അങ്ങനെയൊക്കെയാണ് പറയുക. ഏതായാലും അങ്ങനെ ദേവകി ഗർഭം ധരിച്ചു. ഈ വാർത്ത കംസൻ അറിഞ്ഞു. കംസനൊന്ന് കാണണം തോന്നി, ഒന്ന് പോയി കാണാം എന്ന് കരുതി അടുത്തെത്തി. ദേവകി അങ്ങനെ ജ്വലിക്കുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി, ഇതെൻ്റെ അന്തകൻ തന്നെ. ഗുഹയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന സിംഹത്തെ പോലെ എൻ്റെ അന്തകന്ത അവളുടെ ഗർഭത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പൊന്നും പലതവണ ഞാൻ കണ്ടിട്ടുണ്ട് ദേവകിയെ. ഇത്രയ്ക്ക് തേജസ് ദേവകിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇതന്നെ എൻ്റെ അന്തകൻ എന്ന് തീരുമാനിച്ചു അദ്ദേഹം. ദേവകി പ്രസവിച്ചാൽ വാർത്ത അറിയിക്കണം എന്ന് പറഞ്ഞ് 10 പേരെ ഏർപ്പാടാക്കി കാരാഗൃഹത്തിന് ചുറ്റും. ഉണർന്നിരുന്നോളൂ, ദേവകി പ്രസവിച്ച ഉടനെ എന്നെ അറിയിക്കണം. അവരുറങ്ങിപ്പോകുമെന്നൊരു ഭയം കംസന്. അവരെ നോക്കാൻ വേണ്ടി 10 പേരെ ഏർപ്പാടാക്കി. അവരുറങ്ങിപ്പോകുമെന്ന് ഭയം. കംസൻ തന്നെ കസേരട്ട് അവിടെ ഇരിക്കുക ഇവരെ നോക്കാൻ. എന്നാൽ ഇയാൾ അവിടെ പോയിരിക്കുക 20 പേർക്ക് സുഖമായിട്ട്